واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ما شاء الله لا قوة إلا بالله ما شاء الله لا قوة إلا بالله ما شاء الله لا قوة إلا بالله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഖാവിസ്താദ് പറഞ്ഞു മറ്റു പണ്ഡിതന്മാർ പ്രിയമുള്ള രക്ഷിതാക്കൾ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങൾക്കും പുണ്യമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർദി നൽകി സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായി പള്ളി ഇവിടെ ഉയരാൻ ആരെല്ലാം കാരണക്കാരായിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമായ സദസ്സിന്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹവായ ഫള് കൊണ്ട് വിശുദ്ധമായ പുണ്യമായ ഇൽമിന്റെ സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
വിശുദ്ധ റമളാൻ ശരീഫ് നമ്മുടെ വെളിപ്പാടകലെ നമ്മൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ റമളാനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃത്തുക്കളെ കൊണ്ട് സജീവമാക്കാൻ വിശുദ്ധ റമളാനിൽ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുദീർഘമായി ആമുഖങ്ങളിലേക്ക് കടക്കാതെ വളരെ ചെറിയൊരു വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കും. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് വിഷയങ്ങൾ പറഞ്ഞു തരാൻ എന്നെക്കാൾ കൂടുതൽ കഴിവും കെൽപ്പും അർഹതയുമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഉസ്താദ് അവറുകൾ ഈ സദസ്സിൽ ഉണ്ടായിരിക്കെ തന്നെ ഈ വിനീതൻ ഇവിടെ എണീച്ചു നിൽക്കാനുള്ള കാരണം പുതുമ, അതല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ളൊരു കൗതുകം മാത്രം നിങ്ങളിൽ ഉളവാക്കാൻ വേണ്ടി മാത്രമാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ താലിൽ ഖുർആൻ ഹാഫിളുൽ ലിസാൻ വമുത്ഇമുൽ ജീആൻ വസ്സാലിഹീന വസ്വാഇമീന ഫീ ശഹ്രി റമളാൻ كما قال رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളായ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു വിഷയം. ഇത് നാലും വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും ചെറിയ തോതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കം ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും സംസാരിക്കാനുള്ള കഴിവ് തന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ മക്കളെ, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ, നമുക്ക് മാതാപിതാക്കളെ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ, നമുക്കൊരാശയം പറയാനുണ്ട്, ഒരു സന്തോഷം അവരോട് സംവദിക്കാനുണ്ട്, പങ്കിടാനുണ്ട്. ആ സമയത്ത് നമുക്ക് സംസാരശേഷിയില്ല എങ്കിൽ എത്രത്തോളം സങ്കടകരമായിരിക്കും അതിന്റെ കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും സംസാരിക്കാനുള്ള ശേഷി തന്നു. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. എല്ലാ മനുഷ്യരുടെയും കാഴ്ചയും കേൾവിയും ചിന്താശേഷിയും എന്ന് വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഒരുക്കി തന്ന ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ, സുഖങ്ങളുണ്ടോ, സന്തോഷങ്ങളുണ്ടോ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും. വാരിക്കോരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടുന്നൊരു ലോകമുണ്ടെന്ന് സഹോദരന്മാരെ വിശ്വസിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ മുഅ്മിനീങ്ങളായത്, മുസ്ലിമീങ്ങളായത്. ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളായി മാറിയത്. ഈമാനുള്ള എന്റെ സഹോദര, ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട മഹത്തായ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംസാരിക്കാനുള്ള ശേഷി തന്നു എന്നുള്ളത്. ഈ സംസാര ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നമുക്ക് ഉപയോഗപ്പെടാൻ, ആഖിറമാകുന്ന ലോകത്ത് അനുകൂലമാകാൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുകളും നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുക, പറയുക. ഇങ്ങനെ നാവ് സംസാര ശേഷി അല്ലാഹുവിന്റെ ഭാഗത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്
മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ സംസാര ശേഷി കൊണ്ട് ഒരാളെ പരിഹസിക്കാനോ, ഒരാളെ നിന്ദിക്കാനോ, ഒരാളെ താഴ്ത്തിക്കെട്ടാനോ, ഒരാളെയും കളിയാക്കാനോ നമുക്ക് അല്ലാഹു തന്ന ഈ വലിയ അനുഗ്രഹം ഉപയോഗിക്കാൻ പാടില്ല. ഹബീബനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഹോദരന്മാരെ, സ്വർഗം 4 ആളുകൾ എന്നിലുണ്ടായെങ്കിലെന്ന് സ്വർഗം കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ റമദാൻ ശരീഫിന്റെ മുന്നോടിയായി ഞാനും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 4 വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അതിൽ ഒന്നാമത്തെ വിഭാഗമായി മുത്ത് റസൂലുള്ള പറഞ്ഞ ധാരയാണെന്നോ, താലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളെയാണ് അല്ലാഹു റസൂൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത്. ആഖിറമാകുന്ന ലോകത്ത് സ്വർഗം വിചാരിക്കുകയാണ്, സ്വർഗം പറയുകയാണ്, എന്നിലേക്ക് ഖുർആൻ ഓതുന്ന ആളുകൾ വന്നെങ്കിലെന്ന്. സഹോദരന്മാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുമില്ലേ? ഒരു വീട് വെക്കണമെന്നതൊരു മനുഷ്യന്റെ വലിയ ആഗ്രഹമാണ്. നല്ലൊരു ഭാര്യയെ കിട്ടണമെന്നതൊരു മനുഷ്യന്റെ വലിയ ആഗ്രഹമാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നതൊരു യുവതിയുടെ ആഗ്രഹമാണ്. ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കുമ്പോ നല്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കിട്ടണമെന്നത് ആ മാതാപിതാക്കളുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ആഗ്രഹങ്ങളാണ്. നല്ല അയൽപക്കം നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബം നല്ല സൗഹൃദവും ഐക്യവും ഉള്ളവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതര മത സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസിയാണെങ്കിൽ അവരോട് ഹബീബായ തങ്ങൾ നല്ല വിധത്തിൽ പെരുമാറാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് നല്ല വിധത്തിൽ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളും കൊതികളും ആഗ്രഹങ്ങളും ഇല്ലേ സഹോദരന്മാരെ? ഒരാള് ഹജ്ജിന് പോകുന്നു എന്ന് കേൾക്കുകയാണ്, ഒരാള് ഉംറക്ക് പോകുന്നു എന്ന് കേൾക്കുകയാണ്. അപ്പൊ നമുക്കൊരാഗ്രഹം, പടച്ചവനെ, സാമ്പത്തികം കുറഞ്ഞവനാണ് ഞാൻ, എനിക്കൊന്ന് ഉംറ ചെയ്യാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, കൊതിക്കുമല്ലോ. ഇങ്ങനെ ഉള്ള ഒരാഗ്രഹം സ്വർഗത്തിനുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയണോ സഹോദരന്മാരെ? എന്നിലേക്ക് 4 വിഭാഗങ്ങൾ വന്നെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ചില വീട്ടുകാര്, കുടുംബങ്ങൾ, ബന്ധുക്കൾ വരുമ്പോ അവര് വീണ്ടും വന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? എന്റെ ജേഷ്ഠത്തി വീണ്ടും വന്നെങ്കിൽ, എന്റെ ജേട്ടൻ വീണ്ടും വന്നെങ്കിൽ എന്നിങ്ങനെ തുടങ്ങി ചില ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ നമുക്ക് തന്നെ ആഗ്രഹമുണ്ടാവാറില്ലേ? എന്നതുപോലെ സ്വർഗം ആഗ്രഹിക്കുകയാണ് 4 വിഭാഗം ആളുകൾ എന്നിലുണ്ടായെങ്കിൽ അതിലൊന്നാമത്തെ വിഭാഗം താലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമളാൻ ശരീഫ് എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ സഹോദരന്മാരെ? വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇറങ്ങിയ പുണ്യമായ റമളാൻ ശരീഫ് നമ്മിലേക്ക് വരാനിരിക്കുമ്പോ ആ റമളാൻ ശരീഫിലെ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, കരുവാരകുണ്ട് ഭാഗത്ത് പൊട്ടിയാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഞാൻ ഓതി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരനായ സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ബസ്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ മനുഷ്യനത് റമളാൻ ശരീഫിന്റെ അമ്പിളിയം ആകാശ ലോകത്ത് കണ്ടു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരികയാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഓത്ത് തന്നെയാണ്.
1.5 ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 1 ദിവസം കൊണ്ട്, ചില ദിവസങ്ങളിൽ 2 ദിവസം കൊണ്ട്, അങ്ങനെ അത് ആ മനുഷ്യൻ റമദാൻ ശരീഫ് കഴിയുമ്പോഴേക്ക് 15 ഖത്മ ഏറ്റവും ചുരുങ്ങിയത് ഓതി തീർക്കുന്നു. നാട്ടിലൊരു ഖാദിയാരുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, വലിയ ഒരു ഉസ്താദിന്റെ കഥയല്ല, സയ്യിദിന്റെ കഥയല്ല പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ കണ്ടുകൊണ്ട് കണ്ട ഒരു മനുഷ്യൻ, അയാളുടെ പ്രവർത്തനം ജീവിതത്തിൽ അനുഭവിച്ചതാ പറയുന്നത്. 15 ഖത്മ ഈ മനുഷ്യൻ ഇടതടവില്ലാതെ ഓതിക്കൊണ്ട് തീർക്കുകയാണ്. അയാള് വീട്ടിലേക്ക് പോകുന്നത് അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനുമാണ്. ബാക്കിയുള്ള സമയം മുഴുവനും പള്ളിയിൽ ചെലവഴിക്കുന്നു. ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ആരോഗ്യം തന്നില്ലയോ, അതവന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കണേ. എത്ര എത്ര ചെറുപ്പക്കാരാണ് ദുനിയാവിന്റെ രസങ്ങളും ആഹ്ലാദങ്ങളും കാഴ്ചകളും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും കഴിയാതെ ഈ ലോകത്ത് നിന്ന് ചെറിയ പ്രായത്തിൽ വിട പറഞ്ഞത്. മിനിഞ്ഞാൻ എന്റെ അയൽവാസിയായ എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ, സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ വീടിന്റെ തട്ടരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലേക്ക് ഭാര്യയുടെ കൂടെ അദ്ദേഹം അതാ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ഭാര്യയോട് പറഞ്ഞു, നീ അലക്കിയ വസ്ത്രങ്ങളെല്ലാം അലക്കിയതിന്റെ ശേഷം വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ മുകളിലൂടെക്കൊന്ന് പോയിട്ടൊരൽപ്പം മീൻ പിടിച്ച് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. രാവിലെ 10 മണിക്ക് ഭാര്യയും ഭർത്താവും പുഴയിലേക്ക് ഇറങ്ങി. ഭാര്യ കുളിയും അലക്കലും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, 12, 1, 2 2 മണിയായിട്ടും ഭർത്താവ് വീട്ടിലേക്ക് വരാതെയായപ്പോ കുടുംബക്കാരനായ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ഈ സഹോദരി പറഞ്ഞു, ഒന്ന് അന്വേഷിച്ച് പോയി നോക്ക്, കുറെ സമയമായി പോയിട്ട് കാണാനില്ല. ഭാര്യ അലക്കിയിരുന്ന കുളിച്ചിരുന്ന ആ പുഴക്കടവിന്റെ നേരെ മുകളിലുള്ള കടവിൽ ഈ ചെറുപ്പക്കാരൻ വീണ് പരിക്ക് പറ്റി പുഴയിൽ അതാ മരിച്ചു കിടക്കുന്നു. ഓ സഹോദരന്മാരെ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാം. ഇവിടേക്ക് ഞാൻ ബൈക്ക് ഓടിച്ചിങ്ങ് വരുന്ന സമയത്ത് യാതൊരു ഗ്യാരണ്ടിയുമില്ല എനിക്ക് ഇങ്ങോട്ടെത്തുമെന്ന്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഞാനെത്തി റബ്ബിന്റെ ഖളാ. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്റെ പള്ളിയിലേക്ക് എത്തുമെന്നോ, എന്റെ വഅള് മുഴുവനാക്കി ഞാൻ ഈ സദസ്സ് പിരിയുമെന്നോ, എന്റെ വഅള് മുഴുവനും കേട്ട് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമെന്നോ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലല്ലോ. എത്രയെത്ര ചെറുപ്പക്കാരാണ്, ഉപ്പമാരാണ്, ഉമ്മമാരാണ് ക്യാൻസറും ട്യൂമറും ബ്ലോക്കും അറ്റാക്കും വന്ന് മരണപ്പെടുന്നത്. മാത്രമല്ല ദാരുണമായ ആക്സിഡന്റുകൾ വന്ന് മരണപ്പെടുന്നത്. ചെറുപ്പക്കാരാ, ഇത് നമുക്ക് പാഠമില്ലയോ? വിശുദ്ധ റമദാൻ ശരീഫ് നമ്മിലേക്ക് ആഗതമാകുമ്പോ സ്വർഗം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആഖിറമാകുന്ന ലോകത്ത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ വിജയിക്കുന്ന ആളുകളായി പെടാൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഖിറമാകുന്ന ലോകത്തെത്തുമ്പോ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശകനായി എത്തുന്നതാണ്. സഹോദരന്മാരെ, ആ ഒരു സൗഭാഗ്യമുള്ള ആളുകളെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ വിശുദ്ധ റമദാൻ എന്നെയും നിങ്ങളെയും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ആഖിറമാകുന്ന ലോകത്ത് കിട്ടാൻ പറ്റുന്ന വിധത്തിലാവണം നമ്മൾ ഓതുന്നത്. കണ്ടിട്ടില്ലേ, ചില ആളുകൾ പള്ളിയിലേക്ക് വന്നാൽ
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെങ്കിലും യാതൊരു അദബും ബഹുമാനവും യാതൊരു പരിഗണനയും ഖുർആനിന് കൊടുക്കാതെ അവനങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് ഫോൺ വരികയാണ്, ഖുർആനും തുറന്നു പിടിച്ച് അവനങ്ങനെ സംസാരിക്കുന്നു. അതൊന്ന് പൊട്ടിവെക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ചില ആളുകളെ കാണാം, അവരിങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് അതാ സുജൂദിന്റെ ആയത്ത് വന്നു, തിലാവത്തിൽ സുജൂദിന്റെ ആയത്ത് എത്തുകയാണ്. ആ സമയത്ത് ഖുർആൻ അങ്ങ് കാർപ്പറ്റിൽ വെച്ചു, നിലത്ത് വെച്ചു, അവനങ്ങ് സുജൂദ് ചെയ്യുകയാണ്. അങ്ങനെ എത്ര ഓത്തുകാരാണ് റബ്ബ ഖാരിയൻ യൽഅനുഹുൽ ഖുർആൻ, എത്ര ഓത്തുകാരാ വിശുദ്ധ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഖുർആനോത്തുകാരായി മാറിപ്പോവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിനോട് പാലിക്കേണ്ട അദബുകളും ബഹുമാനങ്ങളും ആദരവുകളും പാലിച്ചുകൊണ്ടുള്ള ഖുർആനോത്തുകാരനായി മാറാൻ കഴിയണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ജീവിത ചരിത്രം മഹത്തുക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. എന്താണെന്നറിയണോ സഹോദരന്മാരെ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് സാധാരണ പള്ളിയുടെ വരാന്തയിലുള്ള ഒരു റൂമിലാണ് അവിടുന്ന് സാധാരണ കിടക്കാറുള്ളത്. അന്ന് മഹാനവറുകളെ പള്ളിയിലുള്ള റൂമിൽ ഉറങ്ങാതെ വരാന്തയിൽ കിടക്കുന്നത് കണ്ടപ്പോ പള്ളിയിലുള്ള ആളുകൾ ചോദിച്ചു, ഇവിടെ കണ്ട ആളുകൾ ചോദിച്ചു, എന്തേ മഹാനരെ റൂമിൽ കിടക്കാത്തു? സാധാരണഗതിയിൽ കിതാബെഴുത്തും മറ്റ് വിഷയങ്ങളുമായി പള്ളിയുടെ ഉള്ളിലെ റൂമിൽ കിടക്കുന്ന, പള്ളിയുടെ പരിസരത്തുള്ള റൂമിൽ ഇറങ്ങുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അന്ന് റൂമിൽ കിടക്കാതെ പള്ളിയുടെ വരാന്തയിൽ കിടക്കുന്നത് കണ്ടപ്പോ അവിടെ ആളുകൾ ചോദിച്ചു, എന്തു പറ്റി, എന്തേ റൂമിൽ ഇറങ്ങാത്തു? സുബ്ഹാനല്ലാഹ്. വലിയ ഗൗരവത്തോടുകൂടെ എന്റെ ഉമ്മമാര്, സഹോദരന്മാര് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ള വിഷയം മാത്രമല്ല, ആ ഖുർആൻ ഓതുന്ന സമയത്ത് ആ ഖുർആനിനോട് കാണിക്കേണ്ട ബഹുമാനങ്ങളുണ്ട്, ആദരവുകളുണ്ട്, മര്യാദകളുണ്ട്. അത് പാലിച്ചായിരിക്കണം ഖുർആൻ ഓതുന്നത്. അങ്ങനെ ഓതുമ്പോഴാ ആഖിറമാകുന്ന ലോകത്ത് ആ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഈ വിഷയം പറയുന്നതിന്റെ മുമ്പ് ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഉമ്മമാരെ, നമ്മുടെ കുഞ്ഞ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്കഥ 2ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഖുർആനുണ്ട്. 3ാം ക്ലാസ്സിലെത്തുമ്പോ ആ ഖുർആൻ കുറച്ചുകൂടെ വലുതായി പോയി. 4ലെത്തുന്ന സമയത്ത് 30 ജുസും പൂർണ്ണമായുള്ള ഖുർആനുമായി നമ്മുടെ കുഞ്ഞതാ മദ്രസയിൽ പോയി വരുന്നു. ഈ ഖുർആൻ നമ്മുടെ കുഞ്ഞെവിടെയാ കൊണ്ടുവയ്ക്കുന്നത്? മദ്രസയിൽ വന്നു, മദ്രസ വിട്ടു വന്നു, അലമാരയിലേക്ക് അങ്ങറിയുന്നു. ഈ അലമാരയിൽ വെച്ചതായ ഖുർആനും പുസ്തകവും എല്ലാം അവിടെ കിടക്കുന്നു. വൈകുന്നേരം കുഞ്ഞ് സ്കൂള് വിട്ടു വന്നിട്ട് സ്കൂളിലെ ബാഗതിന്റെ മുകളിലേക്ക് അങ്ങറിഞ്ഞു. പിറ്റേന്ന് പ്രഭാതം വരെ ആ വിശുദ്ധ ഖുർആനിന്റെ മുകളിൽ മറ്റു പുസ്തകങ്ങളാണ്, മറ്റു കിതാബുകളാണ്. 2ാം ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ്സിലേക്ക് ഒരു കുഞ്ഞിന് ഖുർആൻ വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഓരോ പേജുകളും നഷ്ടപ്പെടുമ്പോ ഗൗരവത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം, മോനെ ഖുർആനാണ്, ഇത് കീറിപ്പോവാൻ പാടില്ല, ഇതിന്റെ പേജ് നഷ്ടപ്പെടാൻ പാടില്ല. യജമാനനായ ഖാലിഖായ റാസിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റുകളും ബഹുമാനങ്ങളും ആദരവുകളും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഓത്തുകാരായി മാറണം. എത്ര വീടുകളിലാണ്, ചില വീടുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ ഖുർആൻ അതാ ജനലിന്റെ വക്കിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പാറ്റ ചത്ത് കിടക്കുന്നുണ്ട്, കൂറ ചത്ത് കിടക്കുന്നുണ്ട്, മാറാല കെട്ടി കിടക്കുന്നുണ്ട്. ചില അലമാരകളിൽ ചില സ്ഥലങ്ങളിൽ അതേ മാറാല കെട്ടി അങ്ങനെ കിടക്കുന്നു. അതിലങ്ങനെ ഖുർആൻ പല്ലിക്കാട്ടവും മറ്റുമായിട്ട് ആ ഖുർആൻ അങ്ങനെ മുഷിഞ്ഞു കിടക്കുന്നു. ഇനി അടുത്ത റമളാനിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളും മരിക്കും, കുടുംബത്തിലോ അയൽപക്കത്തോ ഒരാൾ മരിക്കുമ്പോഴാണ് ഇത് ഉപയോഗപ്പെടുന്നത്. അതുവരെ അതിന്റെ മുകളിൽ എത്രയോ
നജസ് കിടക്കുന്നു, മാറാല കിടക്കുന്നു, മറ്റ് അചണ്ടകൾ കിടക്കുന്നു. ഉമ്മാ, ഇനി ഓരോരുത്തരും സ്വന്തം വീടുകളിലുള്ള ഖുർആനിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. എന്നിട്ട് ഇമാമന ശാഫിഈ തങ്ങളെ ചരിത്രം കേൾക്കണേ. ഇമാമന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാ, എന്തേ തങ്ങളെ നിങ്ങൾ റൂമിൽ കിടക്കാത്തേന്ന് അവിടത്തോട് ചോദിച്ചപ്പോ പറയാ, മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ തഫ്സീർ എഴുതാൻ, വിശദീകരണം എഴുതാൻ ഞാനൊരു പേപ്പർ അതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വിഷയം ആ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇമാമവർകൾ പറയാ, നാളെ തഫ്സീർ എഴുതാനുള്ള, ഖുർആനിന്റെ വിശദീകരണം എഴുതാനുള്ള പേപ്പർ ആ റൂമിലുണ്ട്. അതിനെ ബഹുമാനിച്ചിട്ടാ ഞാൻ ഉള്ളിൽ കിടക്കാത്തത്. നമ്മൾ എവിടെ കിടക്കുന്നു? തഫ്സീർ എഴുതാനുള്ള, വിശദീകരണം എഴുതാനുള്ള ഒരു പേപ്പറിനെ ബഹുമാനിച്ചാണ് മഹാനവറുകള് തന്റെ പള്ളിയുടെ വരാന്തയിൽ, റൂമിൽ കിടക്കാതെ വരാന്തയിൽ കിടന്നത് എങ്കിൽ, ഉമ്മമാരെ, സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ വരാനിരിക്കുകയാ. ഖുർആനോദാ നമ്മൾ റെഡിയായിരിക്കുകയാ. ആ ഖുർആൻ വൃത്തിയായി സൂക്ഷിക്കണേ, അതിനോട് ബഹുമാനം കാണിക്കണേ, ആദരവ് കാണിക്കണേ. ഉസ്താദുമാര് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചത്, പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് എങ്ങനെയാണെന്നറിയോ? ഒരാള് തന്റെ മുസ്ഹഫിന്റെ മുമ്പിൽ ഇരിക്കേണ്ടുന്ന ബഹുമാന രൂപം എങ്ങനെയാണെന്നറിയോ? നിങ്ങള് വുളു എടുത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല ഒന്നാന്തരം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വുളു എടുത്തതിന്റെ ശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. എങ്ങനെയാ? കാല് നീട്ടിയല്ല ഇരിക്കേണ്ടത്, എങ്ങനെയോ അല്ല ഇരിക്കേണ്ടത്. ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു കുട്ടി അറിവ് പഠിക്കാൻ ഏതൊരു ബഹുമാനത്തോടുകൂടെയാണോ ഇരിക്കുന്നത്, അതേ ബഹുമാനത്തോടെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ബഹുമാനത്തോടുകൂടെ ഇരിക്കണമെന്ന് ഖുർആൻ ഇങ്ങനെ പള്ളിയിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ അങ്ങടിച്ചു. ഉപ്പമാരെ, മദ്രസയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവന്റെ കയ്യിൽ കീശയിൽ മൊബൈൽ ഉണ്ടെന്ന് വിചാരിക്കുക ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ മുമ്പിൽ വെച്ചനത് എടുക്കുമോ? അതല്ലെങ്കിൽ വേണ്ട, മറ്റൊരു കളി ആയുധം അവന്റെ കയ്യിലുണ്ട്, ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ മാഷ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞത് പുറത്തെടുക്കുമോ? ഇല്ലല്ലോ. ക്ലാസ് ഇങ്ങനെ കൗതുകത്തോടെ, സന്തോഷത്തോടെ, ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ ആ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ബഹുമാനാദരവോടുകൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കില്ലേ? ഇതുപോലെ വലിയ ബഹുമാനത്തോടെ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലിരിക്കേണ്ടതാ. അതപുള്ള മര്യാദയുള്ളൊരു കുട്ടി ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തൊട്ടരിയിലിരിക്കുന്നവനോട് വർത്തമാനം പറയൂല, അവനെ ചീത്ത പറയാനും തല്ലാനും പിടിക്കാനും പോകൂല. പിന്നെ കളിച്ചാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് അതപോലെ ബഹുമാനത്തോടെ ഇരിക്കില്ലേ? ഇതുപോലെയാണ് ഉമ്മമാരെ വീട്ടിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പോ, മരിച്ച വീട്ടിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പോ, അല്ലാത്തിടങ്ങളിൽ വെച്ച് നമ്മൾ ഖുർആൻ ഓതുമ്പോ ഖിബിലക്ക് തിരിഞ്ഞിരിക്കണേ. പള്ളിവാതിൽക്കൽ വന്നിരുന്നു വിശുദ്ധ റമദാനി ശരീഫില്. കാണുന്നവന്റെ വിചാരം എന്താണ്? കാറ്റൊക്കെ കൊണ്ടങ്ങ് ഓതാൻ എന്നാണ് വിചാരിക്കുന്നത്. ഇവന്റെ വിചാരം എന്താ? ഓതുകയും ചെയ്യാം, റോട്ടിലൂടെ പോകുന്നവരെ കാണുകയും ചെയ്യാം. അങ്ങനെയുള്ള ഓത്തുകാരനല്ല. ഓതുന്നുവോ ഖുർആനിനെ മാത്രം പരിഗണിച്ച് ബഹുമാനിച്ചുള്ള ഓത്ത്. ആ സമയത്ത് ഫോൺ വന്നാൽ അതങ്ങ് സൈലന്റ് ആക്കിയിട്ട് നമ്മൾ ഓതുന്ന ആയത്ത് മുഴുവനായതിന്റെ ശേഷം, ഖുർആൻ പൂട്ടിവെച്ചതിന്റെ ശേഷം എന്നിട്ടാ നമ്മൾ ഖുർആൻ എടുക്കേണ്ടത്. ആയത്തിന്റെ ഇടയിൽ അങ്ങ് ഫോൺ വന്നു, ആയത്ത് അവസാനിച്ചിട്ടില്ല, ഫോൺ എടുത്തു, എവിടെയാ നിർത്തിയേ, എവിടെയാ വഖഫ് ചെയ്തേ, നമുക്ക് പിടുത്തമില്ല. ഖുർആൻ വിശുദ്ധ റമദാനി ശരീഫ് വരുമ്പോ ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങും. ഉമ്മമാരെ, സഹോദരന്മാരെ,
ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം നമ്മൾ ഒരുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട് വൃത്തിയാക്കും, നനച്ചുകുളി നടത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ നനച്ചുകുളി മാത്രമല്ല ഒരുക്കം എന്ന് പറയുന്നത്, അത് വേണ്ടത് തന്നെയാണ്, പുണ്യമാണ്. ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് കാരണമായി തീരുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ, ഒരുക്കങ്ങളിൽ പെട്ടൊരു വിഷയമാണ് വിശുദ്ധ റമദാൻ ശരീഫ് വന്നാൽ ആ റമദാനിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോ ഖുർആനിനെ പരിഗണിക്കണേ, ബഹുമാനിക്കണേ, ആദരിക്കണേ. അത് ഉമ്മയെന്നോ ഉപ്പയെന്നോ വ്യത്യാസമില്ല. ഖുർആൻ ഓതുന്ന ഉസ്താദും ഖുർആൻ ഓതുന്ന സയ്യിദും ഖുർആൻ ഓതുന്ന വാപ്പയും ഖുർആൻ ഓതുന്ന ഉമ്മയും ഖുർആൻ ഓതുന്ന എല്ലാവരും ഖുർആനിന്റെ മുമ്പിൽ അച്ചടക്കമുള്ള, അദബുള്ള, മര്യാദയുള്ള ഒരു കുട്ടി ഉസ്താദിന്റെ മുമ്പിൽ ഏതൊരു ഇരുന്ന് വേണം ഖുർആൻ ഓതാൻ. കുഞ്ഞു ഉസ്താദിന്റെ മുമ്പിലേക്ക് കാല് നീട്ടൂല. നമ്മളും ഖുർആൻ ഓതുന്ന സമയത്ത് കാല് നീട്ടി ഓതുന്ന ആളുകളായി മാറരുത്. അസുഖമുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന കുട്ടി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സംസാരിക്കൂല. നമ്മളും ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റു സംസാരങ്ങൾ നടത്തിപ്പോകരുത്. ആ കുഞ്ഞ് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മറ്റുള്ള കളിയായുധങ്ങൾ ഉപയോഗിക്കൂല. നമ്മളും ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റുള്ള ഒരു സംഗതികളിലും ഏർപ്പെട്ടു പോകരുത്. അതുപോലെ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലെ വിശുദ്ധ റമദാൻ ശരീഫിലും അല്ലാത്തപ്പോഴും ഖുർആൻ ഓതുമ്പോ വലിയ ബഹുമാനത്തോടെ, നല്ല വൃത്തിയിൽ, നല്ല വസ്ത്രമെടുത്ത് ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്ന് ആദരവോടെ ഖുർആനിന്റെ മുമ്പിലിരിക്കണേ. കണ്ടിട്ടില്ലേ ചില ആളുകൾ ഖുർആൻ ഓതുമ്പോ അവർക്കൊന്ന് പുറത്തു പോയി തുപ്പണമെന്ന് തോന്നുകയാണ്. റമദാൻ ശരീഫ് വന്നാൽ തുപ്പല് പിന്നൊരു മത്സരമായി കാണുന്ന ആളുകളുണ്ട്. നടക്കുന്നിടത്തും തുപ്പുന്നു, കിടക്കുന്നിടത്തും തുപ്പുന്നു, എല്ലായിടത്തും തുപ്പി നടക്കുന്ന ആളുകള്. അത് കഫമാണ്, മനുഷ്യൻ നടക്കുന്ന സ്ഥലമാണെന്നൊന്നും അവർക്ക് വിഷയമല്ല. ഇവൻ നോമ്പുകാരനായ പിന്നെ കഫം കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിപ്പോകും. ഇരിക്കട്ടെ, പറയുകയാ സഹോദരാ, ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആളുകളെ കാണാം, അവനങ്ങ് കുരയ്ക്കുകയാ, കഫം വരികയാ, ഖുർആൻ കക്ഷത്തിൽ അങ്ങ് വെക്കുന്നു, എന്നിട്ടതാ തുപ്പാൻ വേണ്ടി അവൻ പോവുകയാണ്. ഖുർആൻ കക്ഷത്തിൽ വെച്ചുകൊണ്ടാവരുത് നമ്മൾ ഖുർആൻ ഓതുന്നത്. ഖുർആൻ ഓതുന്ന സമയത്ത് ഫോൺ വന്നാൽ ഖുർആന് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് വെക്കണം. അല്ലാതെ കക്ഷത്തിലൊതുക്കുന്ന സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് സഹോദരന്മാരെ, ആ ഖുർആൻ എടുക്കാൻ വേണ്ടി നമ്മൾ സെൽഫിലേക്ക് ചെന്നു. ഖുർആൻ എടുത്ത് നമ്മൾ ഓതാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് നടക്കുമ്പോ ഒരു കാരണവശാലും ഖുർആൻ നമ്മുടെ ഊരക്ക് താഴെ പിടിച്ചു പോവാൻ പാടില്ല. ബാഗ് പിടിക്കുന്നത് പോലെ, പത്രം പിടിക്കും പോലെ, മറ്റുള്ള സാധനങ്ങൾ, ലഗേജുകൾ പിടിക്കുന്നത് പോലെ കൈ താഴ്ത്തിപ്പിടിച്ച് ഖുർആനും പിടിച്ച് നടന്നു പോകരുത്. ഒരു കാരണവശാലും ഖുർആന് നമ്മുടെ നെഞ്ചിന്റെ താഴേക്ക് കൊണ്ടുവരരുത്. അതുപോലെ ബഹുമാനത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഉയർത്തിപ്പിടിച്ച ഖുർആൻ ഓതേണ്ടത്, ഉയരമുള്ള സ്ഥലത്ത് വെച്ച ഖുർആൻ ഓതേണ്ടത്. ഒരിക്കലും നമ്മുടെ മുകളിലും ഖുർആൻ താഴെ വരുന്നൊരു സമ്പ്രദായം ഉണ്ടായി പോകരുത്. അങ്ങനെ അതുപോലെ ബഹുമാനത്തോടെ ഖുർആൻ ഓതുന്നവരായി മാറണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ സ്വർഗ്ഗം 4 വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിൽ ഇന്നാളുണ്ടായെങ്കിൽ എന്ന് പറഞ്ഞ 4 വിഭാഗം. അതിലൊന്നാമത്തെ വിഭാഗം ഖുർആൻ ഓതുന്നയാളാണ്. ആ ഖുർആനോത്തുകാരൻ നമ്മളാവണം. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ ഈ ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്, ബഹുമാനക്കേട്, മോശപ്പെട്ട പ്രവർത്തനം കാരണമായി തീരും. ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരികളെ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് വലിയ ബഹുമാനത്തോടെ നമ്മൾ ഖുർആൻ ഓതാനിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് നല്ല ആദരവോടെ ബഹുമാനത്തോടെ ഖുർആൻ ഓതണേ.
അങ്ങനെ തോത്തുകാരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഓതുന്ന സമയത്ത് ഓതുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമുള്ള വാക്കോ ഇല്ലാത്ത വാക്കോ ആവട്ടെ, അറിയാതെന്തോ അങ്ങനെ വായിച്ചു വിടുന്ന സ്വഭാവമല്ല. അങ്ങനെ നമ്മളൊങ്ങനെ ഖുർആൻ ഓതുമ്പോ അതിൻ്റെ ഇടയിൽ നമുക്ക് പരിചയമുള്ള വാക്കുകൾ വരുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമല്ലോ. അർത്ഥാശയങ്ങൾ മനസ്സിലാക്കി ഖുർആൻ ഓതുന്നവന് വലിയ പ്രതിഫലമാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇമാമിങ്ങളുടെ മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എത്രയോ മഹത്തുക്കൾ ഖുർആൻ ഓതി അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. ഇമാമന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ ഓതാ വിശുദ്ധമായ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ വിശുദ്ധമായ പള്ളിയിലേക്ക് വന്നുകൊണ്ട് പള്ളിയിലെ ഇമാമിന്റെ കൂടെ അവിടുന്ന് ഇശാ നിസ്കാരം നിർവഹിച്ചു. ഇശാ നിസ്കാരത്തിൽ അന്ന് ഉസ്താദ് ഓതിയ സൂറത്ത് ഏതാണെന്നറിയോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഫാലഹാ വഖാല അൽ-ഇൻസാനു മാ ലഹാ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്താണ് ഓതുന്നത്. എനിക്കും നിങ്ങൾക്കും മനഃപ്പാടമുള്ള ആ ചെറിയ സൂറത്താണ് അന്ന് പള്ളിയിലെ ഇമാം ഓതുന്നത്. മഹാനായ ഇമാമുന ശാഫി, ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ പള്ളിയിലെ ഇമാമിന്റെ പിറകിലതാ നിസ്കരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞു. അതേ സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ആളുകളെല്ലാം പള്ളിയിൽ നിന്ന് പോകുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. പള്ളിയിലെ മല്ലാക്ക ഉസ്താദിനെ ബഹുമാനിച്ചാദരിച്ച് ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം പള്ളി ലോക്ക് ചെയ്യണം, പൂട്ടണം എന്ന് കരുതിയിട്ട് ബഹുമാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാ. ഓ സഹോദരന്മാരെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പള്ളിയിലെ ഉസ്താദ് വലിയ ഉസ്താദാണ്, നാട്ടിലെ ഖാദിയാണ്, ആളുകളെല്ലാം ബഹുമാനിക്കുന്ന ഉസ്താദ് അവറുകള്. ആ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പള്ളി ലോക്ക് ചെയ്യാനെന്ന് കരുതി മുഅദ്ദിനദാ ബാങ്ക് കൊടുക്കുന്നയാളതാ പള്ളിയുടെ ബാക്കിലെ ചുമരും ചാരി അങ്ങനെ നിൽക്കുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ വിശുദ്ധമായ സുന്നത്ത് നിസ്കാരം ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഹാനവറുകളെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതാ പള്ളിയിലെ മുഅദ്ദിനെ, പള്ളിയിലെ മല്ലാക്ക പിറകിലെ ചുമരും ചാരി നിൽക്കുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മല്ലാക്കെ അരികിലേക്ക് വിളിച്ചു. എല്ലാ ആളുകളും നല്ല സംഭാവന കൊടുക്കണം, നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സദസ്സിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. സാദ് പറഞ്ഞതുപോലെ നാളെ ഖബറിൽ നിങ്ങൾ എല്ലാവരും വലിയ സംഖ്യ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് പള്ളിയിലെ മല്ലാക്ക ഇങ്ങനെ ചുമരും ചാരി നിൽക്കുകയാണ്. ഇമാം അവറുകൾ മല്ലാക്ക അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മല്ലാക്ക നിങ്ങൾക്ക് പോകാം, ഞാൻ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പള്ളിയുടെ ഡോറെല്ലാം ലോക്ക് ചെയ്ത് പൊയ്ക്കോളാം, നിങ്ങൾ എന്നെ കാത്തു നിൽക്കണ്ട. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് ഇമാം അതാ മല്ലാക്ക് പുറത്തിറങ്ങുകയാണ്. ഇമാം അവരുടെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാ. ആ ഒരു നിസ്കാരത്തിൽ മഹാനവറുകൾ റക്അത്തിലോതിയത് ഇദാ സുൽസിലത്തിൽ സിൽസാലഹാ എന്ന് തുടങ്ങുന്ന ആ സൂറത്താണ്. വിശുദ്ധമായ ആ പുണ്യമായ സൂറത്ത് ഓതിയിട്ട് ഖിയാമത്ത് നാളിന്റെ ഭയാനകത അവിടെ നിന്ന് ചിന്തിച്ചു പോയി. ഭൂമിയെല്ലാം തകർന്ന തരിപ്പണമായി കൊണ്ട് വഖാലൽ ഇൻസാനു മാ ലഹാ
എന്ത് പറ്റിപ്പോയി, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് മനുഷ്യന്മാര് ഭീതിയോടെ ബേജാറോടുകൂടെ അവിടുന്ന് പറയുന്ന ആ രംഗമുണ്ടല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ ആ സൂറത്തങ്ങ് ഓതിയിട്ട് മഹാനവറുകൾ അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പോയി. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോ നേരത്ത് നിന്ന് അതേ സ്ഥലത്ത് മല്ലാക്ക പള്ളിയുടെ ചുമരും ചാരി നിൽക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മല്ലാക്കി അരികിലേക്ക് വിളിച്ചു പറയുകയാ, അല്ലയോ ഉസ്താദേ, നിങ്ങളോട് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന്, എന്തേ പോവാതെ കാത്തിരിക്കുന്നു? പള്ളിയുടെ ഡോറ് ഞാൻ ലോക്ക് ചെയ്തോളാം, നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോ. ഈമാനുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സമയത്തും അല്ലാതെ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഉസ്താദേ, നേരത്തെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ പള്ളിയുടെ ഡോറെല്ലാം ഞാൻ ലോക്ക് ചെയ്തോളാം, നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ലേ? ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉസ്താദ് എനിക്ക് സമ്മതം തന്നപ്പോ ഞാൻ വീട്ടിൽ പോയതാ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് സുബഹ് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഉസ്താദേ. ഉമ്മമാരെ, ഉപ്പമാരെ, മോമിനീങ്ങളെ, അവിടുന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് വിശുദ്ധമായ നിസ്കാരത്തില് യജമാനനായ റബ്ബിലങ്ങ് ലയിച്ചു പോയി. പ്രഭാതമായത് അവിടെ അറിഞ്ഞില്ല. അത്രയൊന്നും ചിന്തിക്കാനും അർത്ഥവ്യാപ്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധിച്ചില്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ ഓരോ വാക്കുകളും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ അദാബെന്ന് പറയുമ്പോ നമുക്കറിയാമല്ലോ ഇത് ശിക്ഷയെ കുറിച്ചാന്ന് പറയുന്നത്. നാറെന്ന് പറയുമ്പോ നരകമാണെന്ന് നമുക്കറിയാമല്ലോ. ജഹന്നം എന്ന് പറയുമ്പോ നരകമാണെന്നറിയാമല്ലോ. ജന്നത്ത് എന്ന് പറയുമ്പോ സ്വർഗാന്നറിയാമല്ലോ. റഹ്മത്താന്ന് റഹ്മത്തെന്ന് ഓതുമ്പോ റബ്ബിന്റെ അനുഗ്രഹം എന്നറിയാമല്ലോ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിറങ്ങുമ്പോ അത് ഓതുമ്പോ വിശുദ്ധ ശഅബാൻ മാസത്തിൽ ഇറങ്ങിയ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ച ശഅബാൻ ശഹരി. ശഅബാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏറ്റവും കൂടുതൽ ആദരിച്ച പരിഗണിച്ച ആ മാസമാണെന്ന് റസൂലുള്ള പറഞ്ഞ ആയത്തിറങ്ങിയ റസൂലുള്ളാഹിനെ പരിഗണിച്ച സ്വലാത്തും സലാമും നിങ്ങൾ ചെല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ആ ആയത്തിറങ്ങിയ മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ നമുക്ക് ഈ ആയത്ത് കാണുമ്പോ ഇത് ശഅബാൻ ശഹരി എന്ന് റസൂലുള്ള പറഞ്ഞ ആശയം വരുന്ന റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും സലാമും അല്ലാഹു ചൊല്ലാൻ കൽപ്പിച്ച ശഅബാനിൽ ഇറങ്ങിയ ആയത്താണെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെ എത്രയെത്ര ആയത്തുകൾ നമുക്ക് പരിചയമുണ്ട്. അർത്ഥം ആലോചിച്ച് അതല്ലെങ്കിൽ അതിന്റെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചോതുന്ന ചുറ്റുപാടുണ്ടായ പിന്നെ പുറത്ത് അഹമ്മദ് പോകുന്നത് കാണൂല. പുറത്ത് മുറ്റത്തിലൂടെ അതല്ലെങ്കിൽ റോഡിലൂടെ മുഹമ്മദും സൈനബയും ഫാത്തിമയും പോകുന്നത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കൂല. ഖുർആനിൽ അങ്ങ് ലയിച്ചു ചേരും സഹോദര. അങ്ങനത്തെ ഓത്തുകാരാകാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ റമദാനിന്റെ മുമ്പേ അങ്ങ് ഒരുങ്ങി മനസ്സുകണ്ടങ്ങ് ഉറപ്പിക്കുക. ഇനി ഞാൻ ഖുർആൻ ഓതുന്നുവോ ഖിബിലക്ക് തിരിഞ്ഞ് ഞാൻ ഖുർആൻ ഓതും. അത് റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്തും ഇനി ഞാൻ ഖുർആൻ ഓതുന്നുവോ അത് കണ്ടാണെങ്കിലും കാണാതെയാണെങ്കിലും ഞാൻ ഉള്ളോടത്തെ ഖുർആൻ ഓതൂ എന്നങ്ങ് തീരുമാനിക്കുക. ഇനി ഞാൻ ഖിബിലക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതൂ എന്നങ്ങ് തീരുമാനിക്കുക. ഇനി ഞാൻ ഖുർആൻ എടുത്ത് നോക്കി ഓതുന്ന സമയത്ത് അതിന്റെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കുമെന്നങ്ങ് തീരുമാനിക്കുക. ഇനി ഞാൻ ഖുർആൻ ഓതുന്ന സമയത്ത് ഫോൺ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് അറ്റൻഡ് ചെയ്യില്ല. എന്റെ ആയത്ത് അവസാനിച്ചതിന്റെ ശേഷം അതല്ലെങ്കിൽ സൂറത്ത് അവസാനിച്ചതിന്റെ ശേഷം ആ ഖുർആൻ കൂട്ടിവെച്ച് സദഖല്ലാഹു ചൊല്ലി ആ ഖുർആനെ ചുംബിച്ചതിന്റെ ശേഷം എന്നിട്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യൂ എന്നങ്ങ് തീരുമാനിക്കുക.
എന്തേ കാരണം? മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവനതാ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കയ്യിലെടുത്ത് ഓതുകയാണ്. ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കയ്യിലെടുത്ത് ഓതുകയാണ്. അങ്ങനെ ഓതുന്ന സമയത്ത് കുറെ ഓതി ഓതി അവനതാ ഓത്ത് നിർത്താൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഖുർആനങ്ങ് ചുംബിച്ചാൽ, പൂട്ടിവെക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ പൂട്ടിയിട്ടോ ആ ഖുർആനിനെ ഒന്ന് ചുംബിച്ചാൽ, ഉമ്മമാരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് അല്ലെങ്കിൽ ലക്ഷം ചെലവഴിച്ച് ഹജ്ജിനും ഉംറയ്ക്കുമെല്ലാം പോയിട്ട് വിശുദ്ധമായ കഅബയുടെ ചാരത്തെത്തിയിട്ട് ആ കഅബയുടെ ഒരു മൂലയിലുള്ള ഹജറുൽ അസ്വദില്ലേ ഉമ്മ, ആ ഹജറുൽ അസ്വദ് മുത്തണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും അത് മുത്തിയല്ലോ. വല്ലാത്ത സന്തോഷമല്ലേ നമ്മുടെ മനസ്സിലുണ്ടായത്. പോകാത്തവർക്ക് ആഗ്രഹമില്ലേ ആ ഹജറുൽ അസ്വദ് ഒന്ന് മുത്തണമെന്ന്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് ആ ഹജറുൽ അസ്വദ് മുത്തുന്നതിനേക്കാൾ പുണ്യം നമ്മളെ കയ്യിലുള്ള ഖുർആൻ ചുംബിക്കുന്നതിനാ. നമ്മളെ നാട്ടില് വലിയൊരു ഉസ്താദ് വന്നു, വലിയൊരു പണ്ഡിതൻ വന്നു, അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് വന്നു, ഒരു തങ്ങൾ വന്നു. ആ പണ്ഡിതന്റെ കൈമുത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ സയ്യിദിന്റെ കൈമുത്തുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് വിശുദ്ധ ഖുർആൻ ചുംബിക്കുന്നതിന്. വലിയൊരു ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് വന്ന, ഒരു തങ്ങള് നമ്മളെ നാട്ടിലേക്ക് വന്നാൽ അവരെ കൈപിടിച്ച് ചുംബിക്കാൻ നമുക്ക് എത്ര വലിയ ആഗ്രഹമായിരിക്കും. നാളെ പിറ്റേ ദിവസം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ പറയും, എനിക്ക് ശരിക്ക് കൈപിടിക്കാൻ കിട്ടി. മനസ്സിലുള്ള അവരോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. വിശുദ്ധമായ ഇസ്ലാം ബഹുമാനിക്കാനും ആദരിക്കാനും പറഞ്ഞ വിഭാഗമാണ് എന്ന കാരണം കൊണ്ട് ഒരു ഉസ്താദിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഒരു സയ്യിദിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ച അതിന്റെ പൊലിവ് നമ്മൾ പറയാറില്ലേ? അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കാറില്ലേ? ഉമ്മമാരെ, ഖുർആൻ ഓതിയിട്ട് നമ്മൾ ഓത്തു നിർത്തിയിട്ട് ആ ഖുർആനൊന്ന് ചുംബിച്ചാൽ, ആ ഉസ്താദിന്റെ കൈമുത്തുന്നതിനേക്കാൾ, ആ തങ്ങളുട്ടിയുടെ കൈമുത്തുന്നതിനേക്കാൾ, ആ ഹജറുൽ അസ്വദ് മുത്തുന്നതിനേക്കാൾ പുണ്യം നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ ചുംബിക്കുന്നതിനാ. ഇവിടെ നിന്നങ്ങോട്ട് നമ്മളങ്ങ് തീരുമാനിക്കണം. റമദാനിന്റെ മുന്നോടിയായുള്ള ഒരുക്കത്തിൽ ഒന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി ഞാൻ എന്റെ വീട്ടിൽ വെച്ചോ അല്ലാതെയോ, മരിച്ച വീടാവട്ടെ, സ്വന്തം വീടാവട്ടെ, പള്ളിയാവട്ടെ, മറ്റേത് സ്ഥലത്ത് വെച്ചാവട്ടെ, ഖുർആൻ ഓതുന്ന സമയത്ത് ഞാൻ ഖുർആൻ ഓതുമ്പോ ഇനി മുതൽ ഞാൻ ഖുർആൻ എടുത്തു വെക്കും മുമ്പ് സ്വദഖല്ലാഹു എല്ലാം ചൊല്ലിയിട്ടെടുത്തു വെക്കും മുമ്പ് അത് ചുംബിക്കാതെടുത്തു വെക്കൂല. എത്ര പുണ്യമുള്ള കാര്യം ചിന്തിച്ചു നോക്ക് നിങ്ങള്. ഹജറുൽ അസ്വദ് ഒന്ന് മുത്തണമെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യണം നമ്മള്. അതിന് വലിയ മഹത്വമാണ്, നമുക്കറിയാം. ലക്ഷം ചെലവഴിക്കണ്ടേ സഹോദരന്മാരെ, എങ്കിലല്ലേ നമുക്ക് കിട്ടൂ. ഒരു സയ്യിദ് അവരുടെ കൈ നമുക്കൊന്ന് മുത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ അവരെ കൊണ്ടുവരാൻ എത്ര പ്രയാസമാണ്, ചുറ്റുപാടാൻ. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ പള്ളിയിലുള്ള, നമ്മുടെ കൂടെയുള്ള വിശുദ്ധ ഖുർആൻ നമ്മൾ ചുംബിക്കുമ്പോ അതിനേക്കാൾ മഹത്തരമാണ്, പുണ്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ സൂറത്ത് നിസ്കാരത്തിൽ അങ്ങോതിയിട്ട് അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് അങ്ങിറങ്ങിച്ചെന്നു. പരിസരം മറന്നങ്ങൊരു നൃത്തമങ്ങ് വന്നിട്ട് പ്രഭാതമാകാ സമയത്ത് ഇവിടുന്ന് സലാം കിട്ടുകയാ.
അവിടുന്ന് വിചാരിച്ചു മല്ലാക്ക തന്നെ ബഹുമാനിച്ച് വീട്ടിലേക്ക് പോകാതെ നിന്നതാണെന്ന്. മല്ലാക്ക വീട്ടിലേക്ക് പൊയ്ക്കൂടായിരുന്നോ? പള്ളി ഞാൻ അടക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മല്ലാക്ക പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉസ്താദേ, നേരത്തെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. ഇപ്പൊ ഞാൻ വന്നത് സുബഹ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അത്രയും സമയം വിശുദ്ധ ഖുർആനിൽ ലയിച്ചു ചേർന്നത്, അല്ലാഹുവിൽ മതിമറന്നു നിന്നത് അവിടെ അറിഞ്ഞില്ല. അങ്ങനെ സാധിച്ചില്ലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തുകൾ, വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്ന ഒപ്പമാരെ നമ്മൾ കേൾക്കാറില്ലേ? എല്ലാ രണ്ടാം ഖുത്ബയിലും ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി എന്നുള്ള ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ എത്രയെത്ര ആയത്തുകൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. അതാണ് ഞാൻ ഓതുന്നത് എന്ന്. അതേപോലെ ഓരോ വാക്കുകളും ഓതുമ്പോ നമുക്ക് അറിയാവുന്ന അർത്ഥമെങ്കിലും മനസ്സിലേക്കൊന്നു വന്നാൽ മറ്റു ഭാഗത്തേക്ക് ശ്രദ്ധയില്ലാതെ ആവാൻ അത് കാരണമാകുന്നതാ. മദ്രസയിൽ പോകുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഉപയോഗത്തിലില്ലാതെ ഓതി സ്പീഡിൽ വിഷയങ്ങൾ തീർത്ത് നിയമങ്ങളെല്ലാം മറന്നുപോയി. പിന്നെ റമദാൻ വരുമ്പോ കടമ തീർക്കാൻ ഒരു ഓത്താണ്. എന്തേ കാരണം? റമദാനിന്റെ ഒന്നാമത്തെ രാവാകുമ്പോ എല്ലാവരും ഖുർആൻ എടുത്തൊരു 1.5 ഓത്തങ്ങോതും. ഒന്നാമത്തെ ജുസ് അന്ന് എന്തായാലും തീരും. രണ്ടാമത്തെ ദിവസവും അതാ ഖുർആൻ ഓതും, രണ്ടാമത്തെ ജുസും തീരും. മൂന്നാമത്തെ ദിവസം അതാ നമുക്ക് തുടങ്ങി സൽക്കാരവും മറ്റു വിഷയങ്ങളും തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഖുർആൻ നീങ്ങുന്നില്ല. കാരണം മരുമകളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോയി, അന്ന് തൂത്ത് നടന്നിട്ടില്ല. പിന്നെ ഒരു ദിവസം നമ്മളെ വീട്ടിൽ നോമ്പ് തുറയുണ്ടാക്കി, അന്നത്തെ ഓത്ത് നടന്നിട്ടില്ല. ഇപ്പൊ 2 ജുസ് നമ്മൾ വേക്കിലാണ്. സുബ്ഹാനല്ലാഹ്, ഇനി ഇതുകൂടെ ഓതി ഒപ്പിക്കണം 5-ാമത്തെ ജുസിലേക്ക് എത്തണമെങ്കിൽ. പിന്നെ ഓതങ്ങോതും നമ്മള്. അപ്പൊ വീണ്ടും അയൽവക്കത്ത് പരിപാടി, അപ്പുറത്ത് പരിപാടി, വീണ്ടും നമ്മളെ ജുസ് പിറകിൽ വന്നു. ഒരു 5-8 ജുസ് അല്ലെങ്കിൽ ഒരു 10 ജുസ് ആകുമ്പോഴേക്കും ഓത്ത് ഖലാസാക്കി. ഇത് കൂട്ടിയാ കൂടൂല എന്ന് തോന്നി നിർത്തി വെച്ചു നമ്മള്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആനിലെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ജുസ് ഓതുന്ന എളുപ്പം അവിടെ നിന്ന് അങ്ങോട്ട് ഓതാനുണ്ടാവില്ല. എന്തേ കാരണം? നമ്മളെ ഹാഫിളീങ്ങളായതുകൊണ്ടല്ല. റമദാൻ വരുമ്പോ ആവർത്തിച്ച് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നു. 1-ാമത്തെ തോതി, 2-ാമത്തെ തോതി, 3-ാമത്തെ തോതി, പിന്നെ നോമ്പ് തക്കാരം തുടങ്ങി. പിന്നെ ഓത്ത് പിറകിലായി പോയി. സഹോദരന്മാരെ, സഹോദരിമാരെ, അറിയാവുന്ന നിയമങ്ങൾ പാലിച്ചോദനേ. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഉസ്താദ് എന്ന റൂമിലേക്ക് ചെന്നിട്ട് പറയും, ഉസ്താദേ, എനിക്ക് ഓതാൻ പറ്റുന്ന ഒരു നിയമം ഒന്ന് പറഞ്ഞുതരോ നിങ്ങള്? എളുപ്പമുള്ള ഒരു നിയമം പറഞ്ഞുതരോ നിങ്ങൾ? അത് മതി ഒരു ദിവസം. അപ്പൊ ഉസ്താദ് പറയും, ശദ്ദുള്ള നൂനും മീമും വന്നാ മോനെ നീ മണിക്കണം. ശദ്ദുള്ള നൂനാണോ മീമാണോ നീ മടിച്ചോളണം. അങ്ങനെ അന്നൊരു നിയമം പഠിച്ചു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഓതുന്ന സമയത്ത് ശദ്ദുള്ള നൂനും മീമും കണ്ടാ മണിച്ചെന്ന് ഓതണേ. മറ്റൊരു ദിവസം ഉസ്താദിന്റെ റൂമിലേക്ക് ചെന്ന് ചോദിക്കണം, ഉസ്താദ് ഒരൊറ്റ നിയമം എളുപ്പം മനസ്സിലാകുന്ന എനിക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു നിയമം പറഞ്ഞു തരണം. ഉസ്താദ് എന്ന് പറഞ്ഞൊരു, മോനെ കണ്ടോ, നീ ഇങ്ങനെ ഒരു നീണ്ട വര, ഇങ്ങനെ നീണ്ട വരയുള്ളടത്ത് നീ നല്ലോണം നീട്ടണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് ശ്രദ്ധിച്ചുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടെ ഉസ്താദിന്റെ അടുത്ത് ചെന്ന് നമ്മൾ ഓരോ നിയമം പഠിച്ചാൽ അതിന് പ്രായം പരിധിയില്ല. എത്ര വലിയവനും ഏതവനും പഠിക്കാം. പെണ്ണുങ്ങളെ ക്ലാസ് ഉണ്ട് ചില മഹല്ലുകളിലെല്ലാം. സ്ത്രീകളെ ക്ലാസ്സിലേക്ക് വരുമ്പോ ഉമ്മമാരെ ഓരോ നിയമങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു തരാൻ പറയണം. നിയമങ്ങളൊന്നായിട്ട് പഠിച്ചാൽ അത് പടിയുടെ ഒരു ദിവസം ഒരു നിയമം, പിന്നെ അടുത്ത ക്ലാസ് വരെ ആ നിയമം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഉസ്താദുമാര് പറഞ്ഞു തരും ഓരോരോ നിയമങ്ങളും. അങ്ങനെ നിയമങ്ങൾ പാലിച്ചുള്ള റോത്തി സാവകാശം കടമ തീർക്കാനുള്ള ഓത്തല്ല.
എത്ര ഭംഗിയുള്ള ശബ്ദമാ പടച്ചറബ് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. ചില ആളുകൾ ഇങ്ങനെ പാട്ട് പാടുന്നത് കേട്ടാ ആൺപെൺ വ്യത്യാസമില്ലാതെ എന്തൊരു ഭംഗിയാ കേൾക്കാൻ, കേട്ടങ്ങനെ ഇരുന്നു പോകുന്നതാ. സുന്ദരമായ പാട്ട് പാടാൻ കഴിയുന്ന ആളാ. ആ കഴിവ് മോനെ ഖുർആൻ ഓതാൻ നീ ഉപയോഗിക്കണം. എന്താ ചെയ്യേണ്ടത്? അറിയാവുന്ന നിയമങ്ങളെല്ലാം പാലിച്ച് നല്ല ഭംഗിയും നീ ഖുർആൻ ഓതിയാൽ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിക്കെ മൗലായ സല്ലി വസല്ലി أبدا على حبيبك خير الخلق كلهم أشرف الورى محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയായ ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു നല്ല ഭംഗിയിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ പള്ളികളിൽ തന്നെ ചില പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഹറമിലും അതുപോലെ നമ്മുടെ ചില ടൗൺ പള്ളികളും ചില പ്രത്യേക പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പ്രത്യേക പള്ളിയിൽ എടുത്തു പറയാനുള്ള കാര്യം എന്താ അറിയോ? ഉള്ളേരികളിലുള്ള പള്ളികളിൽ എങ്ങാനും മൊയ്ലിയാര് നല്ലൊരു സൂറത്ത് ഓതിയാൽ അക്കൊല്ലം അയാളെ ജോലി ഹലാസാ, യാതൊരു സംശയമില്ല. റമദാൻ ശരീഫ് വന്നാൽ ചെറുപ്പക്കാരുപ്പമാര് നടത്തുന്ന വലിയൊരു മുന്നൊരുക്കം കാര്യങ്ങൾ, എവിടെയാണ് ഏറ്റവും സ്പീഡിൽ തറാവീലെന്ന് ഒരാളിനോട് പറഞ്ഞു, ഞങ്ങളെ പള്ളിയിൽ ഉസ്താദ് ഒരു മുതലാണ്, പുതിയ ഉസ്താദ്. ഞാൻ കരുതി അയാളെ ഓത്തും അയാളെ പ്രസംഗമൊക്കെ നല്ല ഉഷാറായതുകൊണ്ട് അതാ പറയുന്നത്. എന്താ പറഞ്ഞ നിങ്ങള് 25-30 മിനിറ്റ് കൊണ്ട് തറാവിയും കഴിയും വിത്തറും കഴിയുന്ന. ഞാൻ പറഞ്ഞ മടക്കനോണ്ട് അടിച്ച് വിടണ്ട, അതിനൊക്കെ ശമ്പളം കൊടുക്കുകയും ചെയ്യാം, അതിനൊക്കെ ശമ്പളം കൊടുക്കുക. വിശുദ്ധ റമദാൻ 2 റക്അത്തിന് നിസ്കാരം, സുന്നത്ത് നിസ്കാരത്തിന് ഫർളിന്റെ കൂലി കിട്ടും എന്ന് വിശുദ്ധമായ റമദാൻ ശരീഫിൽ ആളുകളോട് പഠിപ്പിച്ചിട്ട് അവിധം ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുക. എന്തൊരു നിസ്കാരാണത്! സുബ്ഹാന ജല്ല ജലാലു. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് വൈകി കിട്ടണം, നിസ്കാരത്തിലായി കിട്ടണമെന്ന ചിന്തയാ മുഅ്മിനെ വേണ്ടത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടോ? ഉസ്താദിനോട് നമ്മൾ പറയും, ഉസ്താദേ നോമ്പൊക്കെ ഇങ്ങനെ കുറച്ച് ആയേക്കുമ്പോ തറാവിയൊക്കെ വെക്കുണ്ടിട്ടോ, ആദ്യമൊക്കെ 40-45 മിനിറ്റ് കൊണ്ട് തീർന്നതിന് ഇപ്പൊ 50 മിനിറ്റ് ഒക്കെ ആകണ്ട്. എത്ര മിനിറ്റ് ഏറിയത്? 5 മിനിറ്റ്. എന്നോട് ഒരാള് 2 മിനിറ്റ് ഏറിയത് പരാതി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ ഇന്നലെയും മിഞ്ഞാന്ന് 2 മിനിറ്റ് ഏറിയിട്ടോ. സുബ്ഹാനല്ലാഹ്. പൊന്നാല മനെ, ഈ മാസത്തെ ശമ്പളം അനിക്കാൻ തരുന്നാൽ മാളജ് കുറച്ച് കഷായം വാങ്ങി കുടിച്ചോ എന്ന് പറഞ്ഞ എന്താ ക്ഷീണങ്ങൾ ചിന്തിച്ചൊക്കെ 2 മിനിറ്റ് നിസ്കാരത്തിൽ നിന്നും കുഴങ്ങിപ്പോയി. ഇതാണ് എന്റെ നിങ്ങളെ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എളുപ്പം തീരണമെന്നല്ലോ മുഅ്മിൻ ആഗ്രഹിക്കേണ്ടത്. ഹബീബായ തങ്ങൾ നേരം വെളുക്കും വരെ നിസ്കരിച്ച് ഇരുകാലുകളിലും നീര് വന്ന് ഓർത്തത്. മുഅ്മിനെ, ഞാനും നിങ്ങളും എത്രയാ വാവ് പറയുകയും കേൾക്കുകയും ചെയ്തത്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായ എനിക്കും നിങ്ങൾക്കും 1 മണിക്കൂർ തറാവീഹിനും വിത്റിനും നിൽക്കാൻ സഹിക്കുന്നില്ല. പരാതിയല്ലയോ? മഹാനായ ഉസൈദ് ബിൻ ഹുമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് നല്ല ഭംഗിയിൽ ഖുർആൻ ഓതുന്ന ആളായിരുന്നു. നമ്മളെ ചില പള്ളികളിലും അങ്ങനെ ഓത്ത് കേൾക്കാം. ഹറമിലൊക്കെ നമ്മളങ്ങ് ചെന്ന് നിസ്കരിക്കാൻ എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങളെ ഓത്ത് നമ്മൾ അങ്ങനെ കേട്ടു നിൽക്കും. ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞാൽ, ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മളെ ഫാത്തിഹ ഓതണമെന്നത് നമ്മൾ മറന്നുപോകും. അത്രയും ഭംഗിയുള്ള ഓത്താ. ആ വിശുദ്ധ ഖുർആൻ വല്ലാത്ത മാസ്മരിക ശക്തിയുള്ള സംഗതിയാ. മഹാനായ ഉസൈദ് തങ്ങൾക്ക് ഖുർആൻ ഓതാൻ വല്ലാത്ത കഴിവാ. അവിടെ തോത്ത് കേട്ടാൽ വല്ലാത്ത ആനന്ദമാണ്, ചന്തമാണ്, ഭംഗിയാണ്, രസമാണ്, കേട്ടിരുന്നു പോകൂ. മഹാനവറുകള് ഒരു രാത്രിയിൽ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഉപ്പമാരെ
മഹാനവറുകൾക്കൊരു കുതിരയുണ്ടായിരുന്നു. അതിനെ വീടിനെ ചാരിയാണല്ലോ കെട്ടിയിടാറ്. കുതിര ഇങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി. പാതിരാ സമയമായിട്ട് മുസയ്യിദ് തങ്ങൾ ഒത്തു നിർത്തിയിട്ടില്ല. ഇത് പറയുമ്പോ സാന്ദർഭികമായി പറയാണ്, ചില ആളുകൾ റമദാൻ ശരീഫ് വന്ന നല്ല ഒന്നാം തരം ഓത്തുകാരായിരിക്കും. ഇവരങ്ങ് ഓതിയ പാതിരാ കെണീച്ചങ്ങ് ഓത്തു തുടങ്ങിയ പിന്നെ ഭാര്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല, മക്കൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, അയൽവാസികൾക്ക് ഓതാൻ സാധിക്കില്ല, ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനത്തെ ഓത്തുകാരായി നമ്മൾ മാറാൻ പാടില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് വീട്ടിലെ സാധനങ്ങൾ വസ്ത്രങ്ങളെല്ലാം അലക്കി വീട് അടിച്ച് തോത്തി വൃത്തിയാക്കിയ പെണ്ണ് വൈകുന്നേര സമയമാകുമ്പോ ഞാനും നിങ്ങളും വൈകുന്നേരമാകാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോ നമ്മളെ പ്രിയപ്പെട്ട ഭാര്യമാരും അമ്മമാര് പെങ്ങന്മാര് വീടിന്റെ അകത്തളത്തില് പത്തിരിയും കറിയും മറ്റു പലഹാരങ്ങളും വെള്ളവും ഉണ്ടാക്കുന്ന തിരക്കിലല്ലേ ആ ചൂടേറ്റുകൊണ്ട് തീയേറ്റുകൊണ്ട് കഷ്ടപ്പെട്ട് രാപ്പകല് വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ കിടക്കുമ്പോ ഓത്തുകാരാ നിന്റെ ഓത്ത് ഭാര്യയ്ക്ക് ശല്യമായാൽ ആ ഓത്ത് നിനക്ക് റബ്ബിന്റെ കോടതിയിൽ ഉപകാരപ്പെടില്ല. ഒരാൾ എന്നോട് വന്നിട്ട് വന്നു, ഉസ്താദേ അബൂബക്കറാക്കാന്റെ ഓത്തുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. ആർക്കാ കിടക്കാൻ പറ്റാത്ത? അബൂബക്കറാക്കാണോ? അല്ല, അയൽവാസിയാക്ക് കിടക്കാൻ വയ്യ. എന്റെ കാരണം ഇയാളെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് ഉറക്ക ഖുർആൻ ഓതുന്നു. അപ്പുറപ്പുറം ചാരി തൊട്ട് വീടുകളുണ്ട്. ഉറക്ക ഇയാള് പാതിരാ സമയത്ത് ഖുർആൻ ഓതിയിട്ട് 2 മണിക്കും 3 മണിക്കും എണീച്ച് ഖുർആൻ ഓതിയിട്ട് പരിസരവാസികൾക്കതാ കിടക്കാൻ സാധിക്കുന്നില്ല. അയാൾ ഇടയ്ക്കൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട്, ഉസ്താദേ ഞാനൊരു 2 മണിക്ക് എണീക്കും, ഒരു 3 മണിക്കൊക്കെ എണീക്കും, എന്നിട്ട് ഒരുപാട് ഖുർആൻ ഓതും. ഞാൻ പറയും നല്ല കാര്യം തന്നെ. സുബ്ഹാനല്ലാഹ്, ഇമ്മാരി ഓത്തുകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയൽവക്കക്കാർ വന്നിട്ട് പറയാണ്, ഉസ്താദേ ഖുർആൻ ഓതണമെന്ന് വയല് പറയുന്ന കൂട്ടത്തില് അത് അയൽവക്കക്കാർക്ക് ശല്യമാകരുത് എന്ന് കൂടെ വയല് പറയണം കേട്ടോ. അവക്കൊക്കെ സിറ്റൗട്ടിൽ വന്ന് അങ്ങ് ഉറക്ക ഓതാൻ തുടങ്ങിയിട്ട് അയൽവാസികൾക്ക് കിടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ഇയാളെ ചെറിയ മോനെ വിളിച്ചിട്ട്, ചെല്ല മോനെ, ഉപ്പാനെ പറ്റി ഇങ്ങനെ പരാതി ഉണ്ടല്ലോ. പൊന്നാരസ്ഥാതെ ഞങ്ങളോ ഗതികേടിലാണ്, അയലോക്കക്കാരും കുടുങ്ങി. ബാപ്പ ഓതാനം കണീച്ച സർവ്വ ലൈറ്റുകളും കുരച്ചിട്ടും കാറിയിട്ടും ബാത്റൂമിൽ ഒച്ചയുണ്ടാക്കിയിട്ടും എന്റെ ചെറിയ കുഞ്ഞു വരെ ഉണരൂ. വല്ലാത്ത ഗതികേടിലാ. അങ്ങനത്തെ ഓത്തുകാരായി മാറണ്ട. കുറച്ച് വയസ്സും പ്രായക്കായി കഴിഞ്ഞാല് അങ്ങനെ ഉണങ്ങിയാൽ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോ അങ്ങ് നെട്ടി ഉണരും, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉണരും, പിന്നെ ഉറക്കം വരൂല. അത് വയസ്സും പ്രായമായപ്പോ പഠിച്ച റബ്ബ് തന്നൊരു പരീക്ഷനാണ്. മോനെ അത് ഇബാദത്തിന് ഉപയോഗിച്ചോ, നല്ലത് തന്നെയാണ്. പക്ഷേ അയൽവാസികൾക്ക് ശല്യമായിട്ടാവാൻ പാടില്ല. വീട്ടിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഉറങ്ങാൻ പറ്റാത്ത കോലത്തിലാവാൻ പാടില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് വീട്ടിൽ അടിച്ചു തുടച്ച് കുളിവ് എല്ലാ സംഗതികളും ചെയ്തിട്ട് പിന്നെ അതാ കിടക്കും വരെ 11-12 മണി വരെയും അതാ വീട്ടിലെ പണിയെടുത്ത പെണ്ണ് ക്ഷീണിച്ചൊന്ന് കിടക്കാനൊരുങ്ങുമ്പോ നമ്മളെ ഓർത്തവൾക്ക് ശല്യമാവണ്ട. അത് റബ്ബിന്റെ കോടതിയില് ഗുണത്തിനേക്കാൾ ദോഷമാണ്. രഹസ്യമായ ഇബാദത്തുകളാവട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഒരാൾക്കും ശല്യമില്ലാത്ത ഇബാദത്ത്. ഞങ്ങൾ ആ ഭാഗത്തൊരു നിസ്കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്ത്, അങ്ങനെ നിസ്കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്ത സമയത്ത് സുബ്ഹാനല്ലാഹ് എന്റെ പരിചയക്കാരൻ ഒരു ഉസ്താദ് അവിടെ ഖത്തീബായി, അവിടെ ഇമാമായി ജോലി ചെയ്തു. ഇയാളതാ 1 വർഷം തികയുന്നതിന്റെ മുമ്പ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഞാൻ പോവാണെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം എന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ ഉസ്താദിനെ കണ്ടു. ഞാനിവിടുന്ന് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു 1 കൊല്ലം പോലും തേങ്ങില്ലല്ലോ ഉസ്താദേ, നല്ല സുഖമുള്ള സ്ഥലല്ലേ, എന്റെ ഒരുപാട് കുടുംബക്കാരാ നാട്ടിലുണ്ട്, നല്ല സുഖമുള്ള സ്ഥലല്ലേ, എന്തിനാ നിങ്ങൾ പോകുന്നത്? പാവങ്ങളാണ്, നല്ല ഉഷാറുള്ള മനുഷ്യന്മാരാണ്.
അയാൾ പറഞ്ഞു, ഇവരെ ഇബാദത്തോട് എനിക്ക് കടന്നുറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്താ ഇവരെ ഇബാദത്ത് നിങ്ങൾ ഉറക്കവും തമ്മിൽ എന്താ ബന്ധം? സുബ്ഹാനല്ലാഹ്, ചില ഉപ്പമാര് 2 മണിക്കും 3 മണിക്കും വന്നിട്ട് പള്ളിയുടെ വാതിൽ തട്ടി വിളിക്കുകയാണ്. വലിയ എണീക്കാനായില്ലേ, കടന്നുറങ്ങാണോ, ഇനി ഓതണ്ടേ നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനത്തെ ഒത്തുകാരായി മാറരുത്. ഒരാൾക്കും നമ്മുടെ ഇബാദത്ത് ശല്യമാവാൻ പാടില്ല. വടശ്ശേരിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോ 6 7 ഉപ്പമാർ, 6 ഉപ്പമാർ, അതെ, ഒരു 3 മണി 4 മണി സമയത്ത് ഒരു പള്ളിയിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ആ ഉപ്പമാരെന്നോട് പറയാം, ഉസ്താദേ, ഡോറങ്ങ് തള്ളിയാൽ തുറക്കുന്ന വിധത്തിൽ ലോക്ക് ചെയ്താൽ മതി കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രദ്ധിക്കുമ്പോ എന്താ അറിയോ, നിങ്ങള് ശബ്ദമുണ്ടാക്കാതെ വന്നിട്ട് അവരതാ ഡോറ് തുറന്നിട്ട് ലൈറ്റ് പോലും ഇടാതെ ഉള്ളിലിരുന്നു കൊണ്ട് അവര് ദിക്റിലും സ്വലാത്തിലും ദുആയിലും മുഴുകുകയാണ്. ഞാനോ മുഅദ്ദിനോ മറ്റൊരാളും അറിയുന്നില്ല. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടുപേരും എണീക്കുന്നുണ്ട്. 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ എണീക്കുന്നതിന്റെയും എത്രയോ മണിക്കൂർ മുമ്പ് ഈ ഉപ്പമാര് മുഴുവനും പള്ളിയിൽ വരുന്നു. ഒരു ശബ്ദവും ആരും അറിയുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ശല്യമില്ലാത്ത ഓത്തുകാരനായി മാറണം. അത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. മഹാനായ സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇങ്ങനെ അതാ പാതിരാ സമയം വരെ ഖുർആൻ ഓതി. മഹാനവറുകളെ വീട് ഈത്തപ്പന മട്ടല് കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാണ്. ആ വീടിന്റെ പരിസരത്ത് വീടിനോട് ചാരി മഹാനവറുകളുടെ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മളെ വീടുകളിൽ നിന്ന് ബൈക്കും കാറും വണ്ടിയും ഉള്ളതുപോലെ ആ കാലഘട്ടത്തിൽ അവര് മൃഗങ്ങളെയായിരുന്നു വാഹനമായി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഹുസൈദ് തങ്ങളെ വീടിന് ചാരി മഹാനവറുകളെ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കുതിരയുള്ള ഭാഗത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കുട്ടിയും അദ്ദേഹവും കിടന്നുറങ്ങാറ്. ഭാര്യയും മകനും അദ്ദേഹവും കിടന്നുറങ്ങാറ്. സുബ്ഹാനല്ലാഹ്, ഖുർആനോത്തങ്ങനെ തുടരുകയാ. കുതിര ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. വല്ലാതെ ശബ്ദമുണ്ടാക്കിയപ്പോ മഹാനവറുകൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. ഒന്നും കാണുന്നില്ല. വല്ല വന്യമൃഗങ്ങളോ മറ്റോ കുതിരയെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. മഹാനവറുകൾ അതിന് ഭക്ഷിക്കാനൊന്നിന് പുല്ല് കൊടുത്തതിന്റെ ശേഷം ഉള്ളിലേക്ക് തന്നെ കേറി വന്നു. എന്നിട്ട് വീണ്ടും ഖുർആൻ ഓതി തുടങ്ങി. കുറെ സമയം കഴിഞ്ഞപ്പോ വീണ്ടും കുതിര ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു പരിശോധിച്ചു നോക്കി, ഒന്നും കാണാനില്ല. അകത്തേക്ക് വന്നു. 3ാമതും ഖുർആൻ ഓതി തുടങ്ങി. വല്ലാതെ ശബ്ദമുണ്ടാക്കുകയാണ് കുതിര. മഹാനവറുകൾ ഇറങ്ങിച്ചെന്നു. പരിസരം മുഴുവനും വീക്ഷിച്ചു. അറിയാതെ മുകളിലേക്ക് അങ്ങ് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, നിറയെ പ്രകാശവലയങ്ങളാണ്. ആകാശം മുട്ടേ നിൽക്കുന്നു. തട്ടുതട്ടായി ആകാശം വരെ മുട്ടി നിൽക്കുന്ന, തന്റെ പിരയുടെ മേൽക്കൂര വരെയോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പ്രകാശവലയങ്ങൾ കാണുകയാ. ഹുസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ ആകാശത്തേക്ക് ഉയർന്നുയർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മമാരെ, അത്ഭുതമായി പോയി. ഇന്ന് വരെ അങ്ങനത്തെ ഒരു വിഷയം ഞാൻ കണ്ടിട്ടില്ല. പിറ്റേന്ന് പ്രഭാതമായപ്പോ പള്ളിയിലേക്ക് ഓടുന്നു. എന്തിനു വേണ്ടിയെന്നോ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയം പറയാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നലെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നബിയെ. ഞാനിങ്ങനെ 3ാമത്തെ പ്രാവശ്യം ആകാശത്തേക്ക് നോക്കിപ്പോയി. അപ്പോഴതാ എന്റെ പറയുടെ മേൽക്കൂരയോട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന വിധത്തില് പ്രത്യേകമായ പ്രകാശവലയങ്ങൾ ആകാശം മുട്ടേ നിൽക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ ഹബീബേ,
അത് ആകാശത്തേക്ക് ഉയർന്നുയർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സയ്യിദേ തിൽക്കൽ മലായിക, അത് മലക്കുകളാണ് സയ്യിദേ. റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ ഓത്തിന്റെ ശബ്ദ ഭംഗി കൊണ്ട്, നിങ്ങളെ ഓത്തിന്റെ രസം കൊണ്ട് ആ ഓത്ത് കേൾക്കാൻ വേണ്ടി അവർ ആകാശമുട്ടയെ സപ്പായിക്കൊണ്ട് നിൽക്കുകയാ. തങ്ങളെ നല്ല ശബ്ദം തന്നിട്ടില്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല? റീൽസ് എടുത്തുകൊണ്ട്, വീഡിയോസ് പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അന്യ ആളുകളെ കാണുന്ന വിധത്തില് യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിയിട്ട് നീ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും, നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളും, നിങ്ങൾ വീട്ടിലുണ്ടാകുന്ന ഫംഗ്ഷനുകളും, നിങ്ങൾ പോകുന്ന ടൂറുകളും, അതുപോലെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും വീഡിയോസ് പിടിച്ചിട്ട് മോളെ അതിന്റെ മുമ്പിൽ നിന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് പറയുന്നതിന് പകരം നിന്റെ വീട്ടിലിരുന്നിട്ട് രാജാതിരാജനായ അല്ലാഹ് അവൻ തന്ന സംസാര ശേഷിയുണ്ടല്ലോ, അവൻ തന്ന ശബ്ദ ഭംഗിയുണ്ടല്ലോ, അത് ഖുർആൻ ഓതാൻ ഉപയോഗപ്പെടുത്തുമോളെ. നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, നിന്റെ മക്കള് സ്വാലിഹീങ്ങളാവാൻ കാരണമാകും. ചോദിക്കട്ടെ ഉപ്പമാരെ, ഉമ്മമാരെ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും അമ്മമാരും മധ്യവയസ്കന്മാരായിട്ടുള്ള ആളുകളോടും ഞാൻ ചോദിക്കട്ടെ, എവിടുന്നേ നമുക്ക് മാല പാടണം എന്നുള്ള സിസ്റ്റം കിട്ടിയത്? എവിടുന്നേ നമുക്ക് മൗലിദോദനം എന്ന ചിട്ട കിട്ടിയത്? എവിടുന്നാ നമുക്ക് തബാറക്കയും ഇദാവകാത്തിയും യാസീനും ദുഹാനും എല്ലാം മുടങ്ങാതെ വീട്ടിൽ വെച്ച് ഇശാമരിബിന്റെ ഇടയിൽ ഓതണമെന്ന ശൈലി കിട്ടിയത്? നമ്മുടെ ഉമ്മയിൽ നിന്ന്, നമ്മുടെ വല്യപ്പയിൽ നിന്ന്. ആ ഒരു മാതൃക നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും പകർത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു പോകുന്നു. എന്റെ വീട്ടിലൊക്കെ വല്യമ്മ വിരുന്ന് വരുന്ന സമയത്ത് അല്ലാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. മരിക്കുന്നത് വരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല, വായിലൊരൊറ്റ പല്ല് കൊഴിഞ്ഞു പോയിട്ടില്ല. ചിരിക്കുമ്പോ 14 തോന്നിപ്പോകും, അത്രയും ഭംഗിയുള്ള മുഖം. എന്താ വിഷയം എന്നറിയോ സഹോദരന്മാരെ? എപ്പോഴും ഖുർആൻ ഓതുകയാണ്. 1.5 ദിവസം കൊണ്ട് ഉമ്മയുടെ ഒരു ഖത്മ തീരും, ആദ്യം മുതൽ അവസാനം വരെ തീരും. നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചങ്ങിരിക്കും ഉമ്മ ഖുർആൻ ഓതുകയാണ്, വെയില് ചൂട് പിടിക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. പിന്നെ അല്പം ചായ കുടിച്ചാ വീട്ടിൽ അടിക്കലും മറ്റു വിഷയങ്ങളൊക്കെ കൂടി കൊടുക്കും. കുളിച്ചു വൃത്തിയായി ദുആ നിസ്കരിച്ച് വീണ്ടും ഖുർആൻ ഓതുന്നു ളുഹർ നിസ്കാരം വരെ. അങ്ങനെ ഖുർആൻ ഓതി 1.5 ദിവസം കൊണ്ടൊരു ഖത്മ തീരും. ജീവിതാവസാനം വരെ ഖുർആൻ അങ്ങനെ ഓതുന്നു. ഇടയ്ക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ വുളു എടുത്ത് കയറണമെന്ന് ഉമ്മാക്ക് നിർബന്ധമായിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത പേരക്കുട്ടികളൊക്കെ തബാറക്കയും ഇദാവകാത്തിയും യാസീനും ദുഹാനും സജദയും ഓതണമെന്ന് വല്യമ്മക്ക് നിർബന്ധമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. എവിടെയെങ്കിലും തജ്വീദിന്റെ ഒരു നിയമം വിട്ടാൽ ഉമ്മ പറയും, മോനെ അവിടെ അങ്ങനെയല്ല ഓതാ. പിന്നെങ്ങനെ ഉമ്മ ഓതാ? 2ലും 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പറഞ്ഞിരുമ്പോ ഞാൻ അതുപോലെ ഓതുമായിരുന്നു. വലുതായപ്പോ എനിക്ക് തോന്നി, എന്താ വല്യമ്മ അങ്ങനെ ഓതിയില്ലെങ്കിലെന്നൊന്ന് ചോദിച്ചാൽ എന്താ? അങ്ങനെ വലിയ ക്ലാസ്സിലെത്തിയപ്പോ ഞാനൊരു ദിവസം ഓതിയത് തെറ്റാണെന്ന് ഉമ്മ പറഞ്ഞപ്പോ ഞാൻ വല്യമ്മനോട് ചോദിച്ചെന്തേ വല്യമ്മ അങ്ങനെ ഓതിയാല് എന്താ തെറ്റാന്ന് പറയാൻ കാരണം? വല്യമ്മ പറഞ്ഞു, വല്ലാക്ക അങ്ങനെയാണ് ഓതി തന്നത്. അവിടെ ഇളഹാറാണ്, എഫാണ്, ഇത് ആബില്ലയാണ്, ഇഖ്ലാബാണെന്നല്ല പറഞ്ഞത്. വല്ലാക്ക അങ്ങനെയാണ് ഓത്തുപള്ളി ഓതി തന്നത്. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ നിയമമനുസരിച്ചുള്ള റോത്ത്
സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് കിട്ടിയ മാതൃക നമ്മുടെ വല്യമ്മമാര് വല്യപ്പമാരിൽ നിന്നല്ലേ? ഉമ്മമാരെ, ഖുർആനിനെ ബഹുമാനിച്ചും ആദരിച്ച് നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും നമ്മൾ കാട്ടിക്കൊടുക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് കാണിക്കേണ്ട മര്യാദകളും ആദരവുകളും ബഹുമാനങ്ങളും നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പൊക്കെ ഖുർആൻ ഇട്ട് വെക്കാൻ പ്രത്യേകമായ ശീല കൊണ്ടുള്ള സെഞ്ചി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിന്റെ തലക്കൊരു കയറുണ്ടാകും. ഇതിലിട്ടിട്ട് അങ്ങ് ചുറ്റിക്കെട്ടി വെക്കും. ഇന്നുണ്ടെങ്കിൽ തന്നെ ഇടോ സഹോദരന്മാരെ, ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരായി കാക്ക 4-5 മുസാഫ്. ഇന്റെ മുസാഫ് കേടന്നിട്ടില്ല, എന്നാൽ എനിക്ക് വേറൊരു മുസാഫ്. അതങ്ങ് മൂലയിലേക്ക് ഒഴിവാക്കി. ഇതല്ലേ നമ്മുടെ അവസ്ഥ? വിശുദ്ധ ഖുർആനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, സഹോദരാ, ഇന്റർനെറ്റിന്റെ വിവിധ പ്രതലങ്ങളിൽ കടന്നു ചെന്നിട്ട് നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഓരോരോ വീഡിയോസുകളും മറ്റും ഷെയർ ചെയ്യുന്നതിന് പകരം, അതിന് സമയം കാണുന്നതിന് പകരം, രാജാതിരാജനായ അല്ലാഹ്, സംസാരിക്കാൻ ശേഷി തന്ന അല്ലാഹ്, അവൻ തന്ന ആ ഒരു കഴിവ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണേ. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉസൈദ്, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ഉസൈദ്, നിങ്ങളെങ്ങാനും അപ്പവോത്ത് നിർത്താതെ നേരം വെളുക്കും വരെ എങ്ങാനും മോദിയിരുന്നുവെങ്കിൽ മാലാകമാര് പോകുമായിരുന്നില്ല. ജനങ്ങൾ കാണുന്ന വിധത്തില് നേരം വെളുക്കും വരെ അവിടെ നിൽക്കുമായിരുന്നു. നിങ്ങൾ ഓത്തിന്റെ രസത്തില് സുന്ദരമായ ഭംഗിയില് അവർക്കത് വിട്ടേച്ച് പോകാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ ഓത്തും അങ്ങനെയാകട്ടെ, സാവകാശം വളരെ കുറച്ചോതിയാലും മതി. നല്ല ഭംഗിയിൽ ഓതണേ ഉമ്മമാരെ. ഖുർആനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, വനിതാ മതപഠന ക്ലാസ്സുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്, വാളുകളും മറ്റും നടക്കുന്നുണ്ട്. അവിടെ വെച്ചെല്ലാം നിയമങ്ങൾ പഠിച്ച് അറിയാവുന്ന നിയമങ്ങൾ പാലിച്ച് ബഹുമാനത്തോടെ ആദരവോടെ ഓതുന്നവരാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നു, ഒന്നാമത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം താരിൽ ഖുർആൻ ഓതുന്ന ആളുകളാണ്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈ ഹദീസ് പൂർത്തിയാവൂല എന്ന് കരുതി ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, ഹഫിദുൽ ലിസാൻ, ഖുർആൻ ആഗ്രഹിക്കുന്ന, എന്നിലേക്ക് അവര് വരണമെന്ന് വിശുദ്ധമായ സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം കൊതിക്കുന്ന, എന്നിലുണ്ടാവണമെന്ന് സ്വർഗം കൊതിക്കുന്ന രണ്ടാമത്തെ വിഭാഗം നാവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാതെ, മറ്റുള്ളവരെ കളിയാക്കാതെ, മറ്റുള്ളവരെ നിന്ദിക്കാതെ, മറ്റുള്ളവരെ നിസ്സാരമാക്കാതെ നല്ല സംസാരം സംസാരിക്കുന്ന മനുഷ്യൻ. ഞാനിപ്പം ജോലി ചെയ്യുന്നിടത്ത് ഒരു ഹാജിയാര് മരിച്ചു 1-2 മാസങ്ങൾക്ക് മുമ്പ്. സുബ്ഹാനല്ലാഹ്, വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷേ പണ്ഡിതന്മാരും സാദാത്യങ്ങളും അല്ലാത്തവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എന്നാ തിരിച്ച് അദ്ദേഹം ഇങ്ങോട്ട് അതിന്റെ 10 ഇരട്ടി ബഹുമാനം തിരിച്ചു തരുന്നു. ആ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ ഹാജിയാരെ മുമ്പിലെത്തിയാല് ശബ്ദമുയർത്തി സംസാരിക്കൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണിത്. ഫസ്റ്റ് ഞാൻ ഇത് കണ്ടപ്പോ നാട്ടുകാരോട് ഇദ്ദേഹം എന്താ സയ്യിദ് കുടുംബാണോ? അല്ല. പിന്നെന്തേ വലിയ പണ്ഡിതനാണോ? അതുമല്ല. പക്ഷേ സ്വഭാവിയ, നല്ലതേ പറയൂ, നല്ലതിന് രാവും പകരും കൂട്ടുണ്ട്. അനാവശ്യമായ വേണ്ടാത്തൊരു സംസാരം ആവുന്നു വരില്ല.
ജനങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമാണ്. ചെറുപ്പക്കാര് ശബ്ദമുയർത്തിയൊന്ന് സംസാരിക്കുക പോലുമില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഹാഫിളുൽ ലിസാൻ, നാവ് സൂക്ഷിക്കുന്ന ആളുകള് വിശുദ്ധ റമദാൻ ശരീഫാകുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് ഏതാണ്? മല്ലം യദഖൗന സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തു ബി അൻ യദഅ തആമഹു വശറാബഹു. നാവ് സൂക്ഷിക്കാതെ, പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാതെ, നേരം വെളുത്തു വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നവന്റെ നോമ്പ് രാജാതിരാജനായ റബ്ബിന് ആവശ്യമില്ല. നോമ്പെനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു പൊലിവ് പറഞ്ഞ, മഹത്വം പറഞ്ഞ, പൗറ് പറഞ്ഞൊരു ഇബാദത്താണ് നോമ്പ്. യജമാനനായ റബ്ബ് പൗറ് പറഞ്ഞ, പത്രാസ് പറഞ്ഞ നോമ്പ്. അവൻ പറയാ, നിങ്ങളെ നോമ്പ് എനിക്ക് വേണ്ടടാ. എങ്ങനത്തെ നോമ്പാ? നീ റമദാനായപ്പോഴും മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നു, റമദാനായപ്പോഴും മറ്റുള്ളവരെ നിസ്സാരമാക്കുന്നു, റമദാനായപ്പോഴും നീ രാഷ്ട്രീയം പറഞ്ഞ് എതിർപാർട്ടിക്കാരനെ നിസ്സാരമാക്കുന്നു, റമദാനായപ്പോഴും നീ ഗ്രൂപ്പിസം പറഞ്ഞ് മറ്റുള്ള ആളുകളെ താഴ്ത്തി കെട്ടുന്നു. ഇങ്ങനത്തെ നിന്റെ നോമ്പ് റബ്ബിന് ആവശ്യമില്ല. റമദാന്റെ മുമ്പ് നീ ഇന്റർനെറ്റിന്റെ വിവിധ പ്രതലങ്ങളിൽ കടന്നു ചെന്നിട്ട് അതേ ഹറാമായ കാഴ്ചകളും വീഡിയോസുകളും കണ്ടവനാണ്, ഹറാമായ ചാറ്റുകൾ ചെയ്തവനാണ്, ഫോൺ വിളികൾ നടത്തിയവനാണ്. ഫോൺ വിളിക്കുന്ന സമയത്ത് നീ ഉള്ള സ്ഥലം മറച്ചു വെച്ച് കളവ് പറഞ്ഞവനാണ്. റമദാൻ വന്നപ്പോഴും നിന്റെ പരിപാടി അതാണ്. റബ്ബിന് ആവശ്യമില്ല. നിങ്ങൾ നിൽക്കുന്നത് എവിടെയാ? പള്ളിയുടെ പരിസരത്ത്, ഈ അങ്ങാടിയിലാ നിൽക്കുന്നത്. അപ്പയാ സുഹൃത്ത് വിളിക്കുന്നത് എവിടെയാ ഉള്ളത്? ഞാനിവിടല്ല, കുറെ ദൂരത്ത് ഉമ്മാന വീട്ടിലാണ്, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം പറയുകയാണ്. എന്തിനു വേണ്ടി? അവനെ കണ്ടുമുട്ടുന്നതിന് മടിച്ചിട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ഏർപ്പെടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് കളവ് പറയുന്നു. റമദാന്റെ മുമ്പ് പറഞ്ഞു, റമദാൻ വന്നപ്പോഴും പറയുകയാണ്, നിന്റെ നോമ്പ് റബ്ബിന് ആവശ്യമില്ല. മോശപ്പെട്ട വാക്ക് പ്രവർത്തികൾ ഒഴിവാക്കാത്തവന്റെ നോമ്പ് ഉമ്മമാരെ യജമാനായ റബ്ബിന് പ്രതിഫലം തരില്ല. റമദാനിൽ അതിരാവിലെ പണിയെല്ലാം തീർന്ന് വിശാലമായൊരു ഒഴിവ് കിട്ടിയപ്പോ അയൽപക്കത്തെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവരെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്, സോഫയിൽ ഇരുന്നിട്ട് സൊറ പറയുമ്പോ മരുമകളെ ഗീബത്ത് പറയണ്ട, മരുമകളെ വീട്ടുകാരെ കുറിച്ച് പറയണ്ട, അമ്മായിമ്മനെ കുറിച്ച് പറയണ്ട, നാത്തൂനെ കുറിച്ച് പറയണ്ട, എടേച്ചിയെയും മൂത്തച്ചിയെയും കുറിച്ച് പറയണ്ട, ചേട്ടാനുജന്മാരെയും വാപ്പയെയും അമ്മയെയും കുറിച്ച് പറയണ്ട. ഒരാളെ കുറിച്ചും മോശമായൊരു വാക്ക്, മോശമായൊരു സംസാരം നമ്മുടെ നാവിൽ വരല്ല. വിശുദ്ധമായ സ്വർഗം എന്നിലുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം നാവ് സൂക്ഷിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മഹാനായ അലിയാർ തങ്ങളെ തോളിൽ പിടിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ച് വഫാത്തിനോടടുത്തൊരു സമയം അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് സലാം പറഞ്ഞ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ സലാം മടക്കി. അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ അങ്ങ് കേറിയിരുന്നിട്ട് പറയുന്ന, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി മുലാഖിർ റബ്ബി, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ഞാനിതാ യാത്രക്കൊരുങ്ങുകയാണ്. വസൗഫ അഖ്ബിറുഹു ബിമാ ജമഅതുനി ബിഹി,
ഞാൻ ഈ ലോകത്തേക്ക് രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാൻ, ഞാൻ റസൂലാണെന്ന് പറയാൻ, അന്ത്യനാളിനെ കുറിച്ച് പറയാൻ, അതുപോലെ മഹ്ശറയെ കുറിച്ച് പറയാൻ നിങ്ങളിലേക്ക് വന്നപ്പോ നിങ്ങൾ എന്നോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ഞാൻ എന്റെ റബ്ബിനോട് പറയാൻ ഞാൻ യാത്രക്കൊരുങ്ങുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താൻ ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയാ, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മൻ സബബതുഹു ഔ ശതംതുഹു, നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും ഞാൻ ശകാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അന്യായമായി എടുത്തിട്ടുണ്ടോ, ഈ സമയം തന്നെ അവർ ഖിസാസ് എടുക്കട്ടെ. ആരെങ്കിലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ചീത്ത പറയട്ടെ. ആരെങ്കിലും ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശകാരിക്കട്ടെ. ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ച് ചോദിക്കട്ടെ. ഒരു രൂപ പോലും ഉപകാരപ്പെടാത്തൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നുണ്ടോ ഇവിടുന്ന് പകരം ചെയ്യണേ. ഹബീബായ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു പാപം പോലും മണിമണി തൂക്കം ജീവിതത്തിൽ വരാത്ത എല്ലാം മുൻകൂട്ടി രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് ചെയ്ത ഹബീബായ തങ്ങളെ ജീവന്റെ ജീവനേക്കാൾ സ്വഹാബത്ത് മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് നമുക്കറിയാം. ആ സ്വഹാബത്തിനോടാ പറയുന്നത്, സ്വഹാബ പകരം ചെയ്യണേ, പകരം ചെയ്യണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും കാലിലേക്ക് മുഖം പൂത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ കരളിന്റെ കഷ്ണമാ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിയാ മാപ്പ് ചോദിക്കുന്നത് അതവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി പറയുകയാ, പടച്ചവനെ, ആരെങ്കിലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ ഫജ്അൽഹാ റഹ്മതൻ ഇൻദക, അതൊക്കെ നീ നിന്റെ ഭാഗത്ത് അവർക്ക് റഹ്മത്താക്കി മാറ്റണേ അല്ലാഹ്, അനുഗ്രഹമാക്കി മാറ്റണേ അല്ലാഹ്. സ്വഹാബത്തൊന്നടങ്കം പറഞ്ഞു, ഞങ്ങളെ ബാപ്പയും ഉമ്മയും വരെ നബിയെ അവിടത്തേക്കുള്ളതല്ലേ, പിന്നെയാണോ ഞങ്ങൾ മാത്രമുള്ള പ്രശ്നം? ഹബീബേ, ഞങ്ങളെ സർവ്വതും അങ്ങേക്കുള്ളതാണ് നബിയെ, അവിടുന്ന് ഞങ്ങളോട് പൊരുത്തപ്പെടിക്കല്ല. ഈമാനുള്ള എന്റെ മുഅ്മിനീങ്ങളോട്, ഉമ്മമാരോട് ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത്, ഹാഫിദുൽ ലിസാൻ, നാവ് സൂക്ഷിക്കണേ. ലോകവും അതിലുള്ള സർവത്ര വസ്തുക്കളും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ തന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന സ്വഹാബത്തിനോട് മാപ്പ് ചോദിച്ചതെങ്കിൽ, ഉപ്പാ, പ്രിയമുള്ള ഉമ്മ, അയൽപക്ക പ്രശ്നം നമുക്കിടയിൽ നടന്നിട്ടില്ലേ? അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം നടന്നിട്ടില്ലേ? അതുപോലെ വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നം നടന്നിട്ടില്ലേ? ഉമ്മയും ഉപ്പയും തമ്മിൽ പ്രശ്നം നടന്നിട്ടില്ലേ? രാഷ്ട്രീയം പറഞ്ഞ് മറ്റുള്ളവരോട് കയർത്തിട്ടില്ലേ? ഗ്രൂപ്പിസം പറഞ്ഞ് പലരെയും പൊരുത്തപ്പെടിക്കണേ.
നാവ് സൂക്ഷിക്കുന്നവരായി മാറണേ. അതല്ല എങ്കില് രാജാതിരാജനായ റബ്ബിന്റെ കോർത്തിലെത്തുമ്പോ ഇവിടെയെടുത്ത് നോമ്പോ, ഇവിടെയെടുത്ത് നിസ്കാരവോ, ഇവിടെയെടുത്ത് സുഹൃതങ്ങളോ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഗതികേട് വരുന്നതാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം. ആഖിറമാകുന്ന ലോകത്തെത്തുമ്പോ മഹ്ശറവൻ സുബൈരി ഇങ്ങനെ വിചാരണ നടക്കുകയാ. വിചാരണ നടക്കുമ്പോ ചില ആളുകളെ കിതാബുകൾ വലത് കയ്യിലാ കിട്ടിയിട്ടുള്ളത്, ചില ആളുകളെ കിതാബ് ഇടത് കയ്യിലാ കിട്ടിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇടത് കയ്യിൽ കിതാബ് കിട്ടിയ ഒരു ഉമ്മ, ഇടത് കയ്യിൽ കിതാബ് കിട്ടിയ ഒരു ഉപ്പ, ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്നയാളാ. ഹാജിയാരാണ്, ഹജ്ജുമ്മയാണ്, ഉംറ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പള്ളിക്കും മദ്രസയ്ക്കും ദാനധർമ്മം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വലിയ ആളാണ്, നല്ലയാളാണെന്ന് ധരിച്ചു പോയ ഒരാളെ കിതാബ് ഇടത് കയ്യോ കിട്ടി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇടത് കയ്യോ കിട്ടിയ ആ മനുഷ്യൻ ഭീതിയിലാണ്, ബേജാറില്ല. കാരണം കിതാബ് ഇടത് കയ്യിൽ കിട്ടുന്നുവെന്ന നരകാവകാശിയാ. യജമാനനായ റബ്ബിനോട് ചോദിക്കുന്നു, റബ്ബേ ഇതെന്തു പറ്റിപ്പോയി? ഐന സ്വലാത്തി ഐന സിയാമി, എന്റെ നോമ്പെവിടെ റബ്ബേ, എന്റെ നിസ്കാരം എവിടെ റബ്ബേ? എന്റെ ഈ ഏടിൽ അതൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. മാത്രമല്ല ഞാൻ അറിയാത്ത, ഞാൻ കേൾക്കാത്ത, ഞാൻ കാണാത്ത, ഞാൻ പങ്കെടുക്കാത്ത, എനിക്ക് പങ്കില്ലാത്ത എത്രയോ തെറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ നിസ്കാരവും നോമ്പും ധർമ്മവും ഒന്നും ഇതിൽ കാണുന്നുമില്ല. എന്ത് പറ്റിപ്പോയല്ലോ? രാജനായ റബ്ബിന്റെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടുന്നു, മനുഷ്യ ദുനിയാവില് നീ നിസ്കരിച്ചു, നോമ്പ് തൊട്ടു, ധർമ്മം ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, ശരി തന്നെയാ. പക്ഷേ നാവിനെ സൂക്ഷിച്ചില്ല. നീ മറ്റുള്ളവരെ നിന്റെ നാവ് കൊണ്ട് പരിഹസിച്ചു, നീ നിന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞു, നീ നിന്റെ നാവ് കൊണ്ട് നമീമത്ത് പറഞ്ഞു. അതേ, അങ്ങനെയായപ്പോ നിന്റെ നന്മകളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തുപോയി. ഉമ്മമാരെ, അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ചോ, മരുമകളെ കുറിച്ചോ, അമ്മായിമനെ കുറിച്ചോ, മറ്റുള്ളവരെ കുറിച്ചോ നമ്മളൊരു മോശം പറയുമ്പോ അത് ഗീബത്താ, പരദൂഷണമാ. അല്ലാഹു എന്തു ചെയ്യുമെന്നോ? നമ്മൾ ആരെ കുറിച്ചാണോ പറഞ്ഞതെങ്കിൽ അയാൾക്ക് നമ്മുടെ നന്മ കൊടുക്കൂ. അങ്ങനെ നമ്മൾ ആരെല്ലാം ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മൾ നന്മ കൊടുത്ത് നന്മയങ്ങ് തീർന്നാൽ കൊടുക്കാനല്ലയില്ലാതെയാകുമ്പോ മറ്റുള്ളവരുടെ ഏടിലെ തിന്മ നമ്മുടെ ഏടിലേക്ക് മാറ്റുന്നതാ. ആലോചിച്ചു നോക്കൂ. സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വന്നിട്ട്, 5 വക്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിട്ട്, ഖുർആൻ ഒരുപാട് ഓതിയിട്ട്, ഒരുപാട് ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട്, മഹ്ളറത്തുൽ ബദരിയക്ക് പങ്കെടുത്തിട്ട്, ഉമ്മമാരെ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ട്, കാതിലെ കമ്മലും മറ്റും പള്ളിയിലേക്ക് കൊടുത്തിട്ട്, ഉള്ളതിനേക്കാൾ കൂടുതൽ പള്ളിയിലേക്കും മദ്രസയിലേക്കും ധർമ്മം ചെയ്തിട്ട്, അതൊക്കെ ഉമ്മ ആഖിറത്തിലെത്തുമ്പോ ഫാത്തിമാക്ക് കൊടുക്കേണ്ടി വന്നാൽ, സൈനബക്ക് കൊടുക്കേണ്ടി വന്നാൽ, അബൂബക്കറിന് കൊടുക്കേണ്ടി വന്നാൽ ഭാഗ്യം കെട്ടവരല്ലേ? അങ്ങനത്തെ ഒരു വിഷയം വരാതിരിക്കാൻ റമദാൻ ശരീഫാകുമ്പോൾ അല്ലാത്തപ്പോഴും നാവിനെ സൂക്ഷിക്കുക. 4 വിഭാഗത്തിൽ 2 ആളുകളെ നമ്മൾ ചെറിയ രൂപത്തിൽ പറഞ്ഞു. ബാക്കിയുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതം ആലോചിച്ച്, ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ, എന്റെ ഖുർആനോത്തൊക്കെ എങ്ങനെയാണ്, എന്റെ നിത്യജീവിതം എങ്ങനെയാണെന്ന് വിലയിരുത്തി സുഹൃതങ്ങൾ ചെയ്യാൻ നമ്മളെ മനസ്സ് കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
മറ്റുള്ളവരെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോ കേൾക്കാനും ചിരിക്കാനൊക്കെ നമ്മളെ കൂടെ ആളുണ്ടാവും. പേടികത്തിള്ളയിലിരുന്നിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ രാഷ്ട്രീയം പറയുമ്പോ തൊട്ടരുത്തിരിക്കുന്നവന്റെ പാർട്ടി പറഞ്ഞ് ഗ്രൂപ്പ് പറഞ്ഞ് അവനെ തികയ്ത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോ മനസ്സിലാക്കുക, അവനത് മനസ്സിലേക്ക് നൊന്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഹിസാബ് പറയേണ്ടി വരും. മറ്റുള്ള ആളുകളെ നിസ്സാരമാക്കി നിന്ദിച്ച് നമ്മുടെ സംസാരം അദാഖിറമാകുന്ന ലോകത്ത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചില വേളകളിൽ, ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കുമ്പോ അവന്റെ മനസ്സെങ്ങാനും വന്ന് പടച്ചോനെ എന്നൊന്ന് മനസ്സുരുകി പറഞ്ഞാൽ ആ പറച്ചില് മതിയാവും ദുന്യാവിലെ എല്ലാ പരീക്ഷണങ്ങളും വിപത്തുകളും നമ്മുടെ ജീവിതത്തിൽ വരാൻ. എന്റെ ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. കുടുംബക്കാരും ബാക്കിക്കാരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ നമ്മളെ മരുമകളെ പരസ്യമായി ചീത്ത പറയുമ്പോ, അവളെ നിസാരമാക്കി സംസാരിക്കുമ്പോ ആ മരുമോളം മനസ്സെങ്ങാനും വേദനിച്ചാൽ പടച്ചോനെ എന്ന് കണ്ണ് നിറഞ്ഞ് കൽബ് പൊട്ടിയെന്ന് പറഞ്ഞ ഉമ്മ നിത്യജീവിതത്തിൽ എല്ലാ യാതനകളും വേദനകളും ജീവിതത്തിൽ വരാനും ആഖിറമാകുന്ന ലോകത്ത് സകലമാന നന്മകളും നഷ്ടപ്പെടാൻ ആ ഒരൊറ്റ സങ്കടം മതിയാവും. ആരെയും വേദനിപ്പിക്കാതെ, ആരോടും മോശമായി പെരുമാറാതെ, എല്ലാവരോടും ചിരിച്ച് പുഞ്ചിരിച്ച് നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ നമ്മൾ എത്ര നന്നു എന്ന് നോക്കാൻ ഒരൊറ്റ വിഷയം മാത്രം പരീക്ഷിച്ചാൽ മതി. ഞാൻ എത്ര നന്നു എന്ന് ഒരു പെണ്ണിന് ചിന്തിക്കാൻ, ഞാൻ എത്ര നന്നു എന്നൊരാണിന് ചിന്തിക്കാൻ ഒരേ ഒരു വിഷയം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ മുമ്പിൽ എത്രത്തോളം സ്ഥാനവും ബഹുമാനവും പരിഗണന ഉണ്ട് എന്ന് നോക്കിയാൽ മതി. നിങ്ങളെ ഭാര്യയോട് പറയാ, ഒരാൾ പറയാ നിന്റെ ഭർത്താവിന് എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചിട്ട് ഭാര്യ 100ക്ക് 100 മാർക്കിട്ടാൽ, നിങ്ങൾക്ക് മാർക്കിട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കുന്നവരായി മാറും. നിങ്ങളെ ഭർത്താക്കന്മാര്, പ്രിയമുള്ള ഭാര്യമാർക്ക് എന്റെ ഭർത്താവ് ക്ലിയർ ആണെന്ന് സംസാരിച്ചാൽ അവളെ നാവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. നമ്മൾ നല്ല ആളുകളായി മാറേണ്ടതും ഏറ്റവും നല്ല മനുഷ്യരായി മാറേണ്ടതും ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും ഭാര്യ ഭർത്താവിന്റെ മുമ്പിലുമാണ്. കാരണം ഖൈറുക്കും ലിഅഹ്ലിഹി അന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളെ കുടുംബങ്ങളോട് നല്ല വിധത്തിൽ പെരുമാറുന്ന ആളാ. ഞാൻ എന്റെ കുടുംബത്തിനോട് നല്ല വിധത്തിൽ പെരുമാറിയ ആളാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ജീവിതം മാത്രം വിലയിരുത്തിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും നന്മയും ഉഷാറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നേരിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ആഖിറത്തിൽ വിജയിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് സാധനങ്ങളിൽ ലേലം ചെയ്യാണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم رب സാധുക്കളാ, ഞങ്ങളെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സുന്ദരമായ സ്വർഗത്തിൽ ഒരുമിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അതിന് സദസ് നീ കാരണമാക്കണേ തമ്പുരാനെ. ആ പുണ്യമായ സ്വർഗത്തിലേറാൻ കിടക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സമാണോ ഉള്ളതെങ്കിൽ അത് മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. യജമാനനായ റബ്ബേ, ഈ സദസ്സിന്റെ സവാബ് അല്ലാ ഞങ്ങളിൽ നിന്നുള്ള ഹദിയയായിക്കൊണ്ട് ഹബീബനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് നൽകണേ അല്ലാ. മറ്റു മുഴുവൻ അഹ്ലുൽ ഖൈറിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മരിച്ചവരുടെ ഹദറത്തിലേക്ക് നിന്റെ സവാബ് നൽകണേ അല്ലാ. അവരെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ വാപ്പ ഖബറിലാണ്, മഗ്ഫിറത്തും മർഹമത്തും നൽകണേ
നൽകണേ തമ്പുരാനെ. ഞങ്ങളൊപ്പമ്മമാര് വേണ്ടപ്പെട്ടവര് കബറിലുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ. യജമാനാരത്തെ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അതിന്റെ മുമ്പ് നിന്നെ ഒന്നടുത്തറിയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. മഹത്തുക്കളെല്ലാം ചരിത്രം പറയുന്നു, അവരെ നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പറയുന്നു. അബ്ബേ, നിന്നെ അറിഞ്ഞൊന്ന് സുജൂദ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ റഹ്മാനെ. പടക്കുന്ന ഹൃദയത്തോടെ നിറഞ്ഞൊലിക്കുന്ന കണ്ണോടെ നിന്റെ മുമ്പിലൊന്ന് സുജൂദിൽ വീഴാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇമാം ഔസാഇ തങ്ങളെ ഭാര്യ അവിടുത്തെ അയൽവാസിയായ പെണ്ണിന് ഇമാം അവറുകൾ നിസ്കരിക്കുന്ന മുസല്ല ബറക്കത്തിന് കൊടുത്തപ്പോ നനഞ്ഞ മുസല്ല കണ്ട അയൽവാസി പെണ്ണ് പറഞ്ഞു, എന്താ കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ടുണ്ടല്ലോ ഇതിലെന്ന് പറഞ്ഞപ്പോ ഇമാം ഔസാഇ തങ്ങളെ ഭാര്യ പറഞ്ഞത്, ഓ പെണ്ണേ, ഇന്നലെ രാത്രി ഇമാം അവറുകൾ നിസ്കരിച്ച് ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിച്ച് മുസല്ല നനഞ്ഞതാണെന്നാണ്. പടച്ചവനെ, ആളുകളെല്ലാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വേഷവിധാനങ്ങളാ ഞങ്ങളതും. നിന്നോടടുക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനേ. യജമാനനെ, നിന്നെ അടുത്തറിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബിനോട് നിറഞ്ഞ ഇഷ്ക് നൽകണേ റബ്ബേ. സുൽത്താനുൽ ഉലമയും അതുപോലെ നഈം ഉസ്താദൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അബ്ബേ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് നല്ലൊരു ബന്ധം നൽകണേ അല്ലാഹ്. അതിന് തടസ്സമായി എന്ത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലോ മാറ്റി നിർത്താൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. യജമാനായ റബ്ബേ, നേരം വെളുത്ത് കൊടുംചൂടേറ്റ് കഠിനാധ്വാനം ചെയ്ത് വെയിലും കൊണ്ട് കട്ടപ്പെട്ട സാധാരണക്കാരായ എന്റെ ഉപ്പമാരും ചെറുപ്പക്കാരുമാണ് ഇരിക്കുന്നത്. ആ ഈമാനൊന്നും ഈ വിനീതനില്ല റബ്ബേ, ഈ പാപിക്കില്ല അല്ലാഹ്. നീ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാർ ചെറുപ്പക്കാരന്റെ പ്രിയമുള്ള മക്കള് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നേരം വെളുത്ത് വൈകുന്നേരമായി കിടക്കും വരെയും ഒരു യന്ത്രം പോലും തോറ്റു പോകുന്ന വിധത്തിലാണ് ഞങ്ങളെ ഉമ്മമാരും പെങ്ങന്മാരും വീട്ടിൽ ജോലി ചെയ്യുന്നത്. അടിച്ചും തുടച്ചും മനക്കിയും വൃത്തിയാക്കിയും മക്കളെ കുളിപ്പിച്ചും റബ്ബേ, എടുത്ത പണി തന്നെ വീണ്ടും എടുത്തെടുത്ത് യാതൊരു മടിയും പറയാതെ ക്ഷീണിച്ചവശരായിട്ട് ഈ പാപിയുടെ പ്രസംഗം കേൾക്കാമെന്ന് എന്റെ ഉമ്മമാർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, മുമ്പൊക്കെ ഉസ്താദുമാര് വാഴ്ന്നു പറയുമ്പോ മനുഷ്യന്മാരെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ട് പ്രകാശിക്കുമായിരുന്നു. ഞങ്ങളെ സദസ്സും അങ്ങനത്തെ സദസ്സാക്കണേ അല്ലാഹ്. എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ ഉമ്മമാരുപ്പമാര് ചെറുപ്പക്കാരികള് പടച്ചവനെ, നീയാവണം അവരുടെ മനസ്സിലെ ഏറ്റവും വലുത് റഹ്മാനെ. ആ വിധത്തിൽ ഞങ്ങളെ തസ്കിയത്ത് നടത്തണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. തഹജ്ജുദുകൾ നഷ്ടപ്പെടുന്ന രാവുകൾ നൽകില്ല റഹ്മാനെ. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ നീര് വരുന്നത് വരെ, നീര് വെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചത് ഞങ്ങൾ പറഞ്ഞു. നിസ്കരിച്ച് തളർന്നു വീണ സംഭവം ഞങ്ങൾക്കറിയാം. ആളുകൾ ഉറങ്ങുന്നത് കണ്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ട് പാട്ട് പാടിയ സംഭവം ഞങ്ങൾക്കറിയാം. റബ്ബേ, റമദാനിൽ നല്ലോണം പള്ള നിറച്ച് തിന്നാ ഞങ്ങൾ എണീക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തഹജ്ജുദില്ല, ദുഹയില്ല, റവാത്തിബില്ല, വിത്റില്ല. ദുഹായും തഹജ്ജുദും റവാത്തിബും വിത്റുമൊക്കെ ശ്രദ്ധിക്കുന്നവരെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പാതിരാവിലെ എണീച്ച് നിസ്കരിച്ച് നിന്റെ നിന്റെ ഭാഗത്തേക്ക് ഇരു കൈകളും ഉയർത്തി കരയുന്ന ഖൽബ് തരണേ അല്ലാഹ്. കിടക്കുന്ന മനസ്സ് തരണേ അല്ലാഹ്. നിറഞ്ഞൊലിക്കുന്ന കണ്ണ് തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ഭാഗത്ത് ഇത്രയും സുന്ദരമായ ഒരു പള്ളി ഉണ്ടാവാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, വലിയ ബറകത്തോടെ
കൊടുക്കണേ അല്ലാ. നാളത്തെ സദസ്സിൽ വരാനും നിന്റെ പള്ളിക്ക് വേണ്ടി നിന്റെ ദീനിന് വേണ്ടി നല്ല സംഭാവന കൊടുക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. ലേല സാധനം ഇങ്ങോട്ട് തന്ന മോമിനീങ്ങളുണ്ട് റബ്ബേ, പകരം സുഖം കൊടുക്കണേ അല്ലാ. അത് വിളിച്ചു കൊണ്ടുപോയുള്ളവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉസ്താദിന് നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഉസ്താദടക്കം ഞങ്ങൾ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്ക് ദീനീ ഖിദ്മയിലായി ആരോഗ്യമുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനേ. ഈ വിനീതൻ ഇവിടെ എണീച്ചു നിൽക്കാൻ കാരണക്കാരായ എന്റെ പ്രിയമുള്ള ഉസ്താദുമാരും പ്രിയപ്പെട്ട എന്റെ ഉപ്പമയും മുമ്പയും എനിക്ക് ഭക്ഷണം തന്ന എന്റെ ചെറുകൂട്ടുകാര് സഹായിച്ചവർ അവർക്കൊക്കെ നീ ആഖിറത്തിലേക്ക് വലിയ മുതൽ കൂട്ടാക്കി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹം ഓരോ സദസ്സിലും ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടുകൂടെ വിളിക്കുമ്പോ പടച്ചവനെ യോഗ്യനല്ല പറയാനെങ്കിലും കേൾക്കുന്ന മോമിനീങ്ങൾക്കും പറയുന്ന എനിക്കും ഈമാനികമായ ഉയർച്ച നൽകണയല്ല, ഇഖ്ലാസ് നൽകണയല്ല, തഖ്വ നൽകണയല്ല. ഈ വിനീതന്റെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രയാസത്തിലാണ് റബ്ബേ, വിഷമത്തിലാക്കല്ല റഹ്മാനേ. റാഹത്ത് നൽകണയല്ല. വീട് പണി നടക്കുന്ന റബ്ബേ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഭാരിച്ച കടമുണ്ട് റബ്ബേ, തോന്യാസം കാട്ടി കടത്തിലായതല്ല കുടുംബത്തിനെ പറ്റാൻ വേണ്ടിയാ യജമാനായ നീ കടം വീട് മുമ്പ് റോഹ് പിടിക്കരുതേ തമ്പുരാനെ. എല്ലാ ബാധ്യതയും വീട്ടി റാഹത്തുള്ളൊരു സമയത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് ഇണകളായി തുണകളായി ഞങ്ങൾ വേണ്ട സമയത്ത് ഞങ്ങളെ റോഹ് പിടിക്കല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളെ നോക്കി മറ്റുള്ളവർ യതീമുകളെന്ന് പറയുന്ന സങ്കടകരമായ അവസ്ഥ ഉണ്ടാകും വിധം ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. നിന്റെ പൊരുത്തത്തിനായി ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. പടച്ചവനെ, കാരുണ്യവാനെ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഹജ്ജും ഉംറയും നീ പൊരുത്തപ്പെട്ട വിധത്തിൽ ചെയ്യും മുമ്പ് മരിപ്പിക്കല്ല റഹ്മാനെ. വരുന്ന വിശുദ്ധ റമദാനെ വേണ്ട വിധം സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാ. കടം വീട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷം നൽകണേ റഹ്മാനെ. വിഷമിക്കുന്നവർക്ക് റാഹത്ത് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ ജാതി മതഭേദമന്യ ഐക്യമാണ്, സ്നേഹമാണ്. തൊട്ടരകില ഞങ്ങളെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളുടെ ആരാധനാലയമാ. ഈ ഐക്യവും സ്നേഹവും എന്നും നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണേ തമ്പുരാനെ. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. عليه സദസ്സുകളിൽ പലരും ദുആർക്കാൻ പറഞ്ഞു. Audio Jungle.